ആ കെട്ടിക്കിടക്കുന്ന ചെളിയെല്ലാം പിന്നെ മാറി എല്ലാം പവിത്രീകരിക്കുന്ന പോലെ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നിട്ട് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു. ചെറുതായിട്ട് പറയുന്നുള്ളൂ പ്രഭു, പിന്നെ മാതാജി പറയും. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഭക്തിയുടെ സേവനത്താൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധ ഭഗവത് ഭക്തർ എന്ന് പറഞ്ഞാല് വലിയ നല്ല നല്ല നാരദൻ പോലെയുള്ള ഭക്തന്മാര് അവര് പ്രഭാഷണങ്ങളും നടത്തി ഒക്കെ മറ്റുള്ളവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. അപ്പം അത് ഇതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ വഴി നമുക്ക് നല്ല നല്ല ഭക്തിയുള്ളവരായിട്ട് വരുന്നു. പിന്നെ തന്നെയുമല്ല, ഈ ഭഗവാനിൽ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ ആശ്രയിച്ച് ഭഗവാനിൽ ഭക്തിയുടെ സേവനം ചെയ്തു കഴിഞ്ഞാല് പിന്നെ അങ്ങനെയുള്ളവർ അതിൽ നിന്ന് മാറുകയില്ല എന്ന് ഇന്നത്തെ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് 3 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ശ്ലോകം 4ാമത്തെ ശ്ലോകം ശൃണ്വതാ ശ്രദ്ധയാ നിത്യം ഗണദശ്ച സ്വചേഷ്ടിതം കാലേന നാതി ദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. അതുപോലെ തന്നെ ഈ 3 ശ്ലോകങ്ങൾ ഇന്ന് വായിച്ച 2 ശ്ലോകങ്ങളും കൂടെ പ്രവിഷ്ട കർണചന്ദ്രേണ സ്വാനാം ഭാവസരോരുഹം തുന്നോതി ശമലം കൃഷ്ണ സലിലസ്യഥാശരത്. അത് പിന്നെ ദൗതാത്മാ പുരുഷ കൃഷ്ണ പാദമൂലം നമിഞ്ചതി മുക്ത സർവപരിക്ലേശ പാന്ത സ്വശരണം യഥാ. ഈ 3 ശ്ലോകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടുകൊണ്ടിരുന്നത് നാരദ ബ്രഹ്മ സംവാദമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നാരദര് പ്രീച്ച് ചെയ്തത്, എങ്ങനെയാണ് ശുദ്ധ ഭക്തന്മാരെ വാർത്തെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്, പതിതാത്മാക്കൾക്കെല്ലാം അദ്ദേഹം എങ്ങനെയാണ് ആശ്രയം കൊടുത്തത് എന്നുള്ളത് പറയുകയാണ്. അപ്പോ ഇവിടെ ശുദ്ധദേവ് ഗോസ്വാമി ശൃണ്വതാ ശ്രദ്ധയാ നിത്യം എപ്പോഴും എന്ത് ചെയ്യണം? നിത്യേന ഭാഗവതം ശ്രവിക്കുക. ഭഗവാന്റെ ഒരു അവതാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗവത ശ്രവണത്തെ ഗൗരവമായിട്ട് വെറുതെ കേട്ടാ പോരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയല്ല, ഗൗരവമായിട്ട് കേൾക്കുക തന്നെ ചെയ്യണം. അതുപോലെ വ്യക്തികളുടെ ഹൃദയത്തിനുള്ളില് ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷനാകും. അപ്പൊ പരമാത്മാ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഭഗവാൻ പ്രത്യക്ഷനാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഈ കേൾക്കുന്നത് കൊണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ എന്താ പറയുന്നത്? പ്രവിഷ്ട കർണരേന്ദ്രേണ, ഈ കർണങ്ങളിലൂടെ ശ്രവിച്ച് നമ്മളത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാമോ നടക്കുന്നു. ഇപ്പൊ നമ്മൾ സോപ്പ് വാഷിംഗ് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഒരു പ്രതലം വൃത്തിയാക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ രാസപ്രവർത്തനങ്ങൾ നടക്കും അല്ലെ? അതുപോലെയാണ് ക്ലീനിങ് ആണ് നടക്കുന്നത്. എന്ത് ക്ലീനിങ് ആണ് നടക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ കൽമഷങ്ങളെല്ലാം മാറ്റുന്ന ഒരു നല്ല ഒരു ക്ലീനിങ് അവിടെ നടക്കുകയാണ്. അപ്പൊ ഈ നാമജപം മാത്രം ചെയ്താൽ മതി, വേറൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും നാമജപം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ കഴിയും. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന എന്താണ്? എങ്ങനെയെല്ലാം മാറും? നൂതി ശമലം കൃഷ്ണ മാതാജി അതെല്ലാം പറഞ്ഞു തന്നു. ജലാശയത്തിന് മേലെ പതിക്കുന്ന ഒരു ശരത്കാല മേഘം. ശരത്കാല മേഘം പെയ്തിറങ്ങുമ്പോൾ ചെളിയുള്ള ജലാശയത്തെ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് അത് വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ചെളി ഇളകി. ഇപ്പോ ആന ഒരു ജലാശയത്തെ ഇറങ്ങി എങ്ങനെയായിരിക്കും? ചെളിയെല്ലാം കൂടി അങ്ങനെ നിറഞ്ഞ് ഇളകി കിടക്കും അല്ലെ? അതിൽ നിന്ന് ശുദ്ധജലം നമുക്ക് മുകളിൽ കാണില്ല. പക്ഷെ ശരത്കാലത്ത് ആ ഒരു ജലാശയം എന്ന് പറയുന്നത് മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ആയിരിക്കും. ഇനി അടിഭാഗത്ത് ചെളി ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ ആ അടിഭാഗത്തെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നല്ല തെളിഞ്ഞ് നല്ല ശുദ്ധമായ ഒരു ജലാശയമായി മാറും. അപ്പൊ നമ്മുടെ ഹൃദയം ഈ ഷഡ്രിപുക്കളെല്ലാം മാറി നല്ല തെളിഞ്ഞതാകും. ചേതോദർപ്പണമാർജനം ആ ഒരു തരത്തില് ആയി മാറും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതുകൊണ്ട് ഈ ശ്രവണം കൊണ്ട്, ഭാഗവത ശ്രവണം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അവിടെ ആ ഒരു ചേതോദർപ്പണമായി വൃത്തിയായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ ചിലര് ക്ലീൻ ചെയ്താല്
വൃത്തിയാവത്തില്ല അല്ലെ? കുഞ്ഞു പിള്ളേരോട് പറഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് കുട്ടികളോട് പറഞ്ഞാല് അവർക്ക് അറിയില്ലല്ലോ ക്ലീൻ ചെയ്യാൻ. അപ്പൊ അത് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കില്ല. അപ്പൊ അതുപോലെ ഇവിടെ എങ്ങനെ ക്ലീനിങ് നടക്കുന്നു എന്നറിയാം. ആചാര്യന്മാര് അതുപോലെ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ഇപ്പൊ നാരദ മുനി എങ്ങനെയായിരുന്നു നമുക്കറിയാം. വളരെ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാരെയാണ് അദ്ദേഹം വാർത്തത്. എങ്ങനെ അദ്ദേഹം വാർത്തെടുക്കുക മീൻസ് പലരോടും ധ്രുവ മഹാരാജ്, പ്രഹ്ലാദ മഹാരാജ്, വാൽമീകി അല്ലെ, എല്ലാവരും എങ്ങനെയായിരുന്നു പിന്നീട് ഭക്തിയിലെ ഉന്നതരായി മാറിയത് എന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാണ്? പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാര് അത്രയും പരിശുദ്ധരായിരിക്കണം. ആ പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ എവിടെ നിന്ന് ശ്രവിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഒരു ശ്ലോകങ്ങളില് നമ്മൾ ഇന്നലെ തൊട്ട് മുന്നേ ഉള്ള ശ്ലോകം അല്ല, അതിന് മുന്നേ ഉള്ള ശ്ലോകത്തില് ഈ ഭാഗവതം, ശ്രീമദ് ഭാഗവതം ജീവന ഉപായമായി എടുത്തവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പാടില്ല, അത് നമ്മുടെ പരിശുദ്ധിയെ ബാധിക്കും എന്നുള്ളത് നമ്മൾ വായിച്ചിരുന്നു ഒരു ഭാവാർത്ഥത്തില്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, നമ്മളെ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനില് അതിന്റെ പേര് ഉപദേശം, ഒരു ബുക്ക് ഉണ്ടല്ലോ, എന്തോ ഒരു ഉപദേശം എന്ന് മലയാളത്തിൽ ഒരു ബുക്ക് ഉണ്ട്. ഉപദേശാമൃതം. ഉപദേശാമൃതം. സോറി മാതാജി, പെട്ടെന്ന് മലയാളം കിട്ടിയില്ല. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശാമൃതം, മലയാളത്തിൽ അതിന് ഉപദേശാമൃതം എന്ന് പറയും. അപ്പൊ അതിൽ പറയുന്ന ഒന്നാമത്തെ ഒരു ശ്ലോകമുണ്ട്. വാചോ വേഗം മനസാ ക്രോധവേഗം ജിഹ്വാ വേഗം ഉദരോപസ്ഥ വേഗം ഏതാൻ വേഗാൻ യോ വിഷഹേത ധീര സർവാമപിമാ പൃഥ്വീം സ ശിഷ്യാത്. ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്തെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമോ, അദ്ദേഹത്തിന്റെ ജിഹ്വ, വാക്ക്, മനസ്സ്, ഇതിന്റെ എല്ലാം കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെയും ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതത്തിൽ 1-ാമത്തെ കാൻഡോയിൽ പറയുന്നു ഇന്ദ്രിയങ്ങളുടെ ആഹാരം എന്ന്. അപ്പൊ നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആഹാരങ്ങൾ ഉണ്ടാവും അല്ലെ? കണ്ണുകൾക്ക് കാഴ്ച, കാതുകൾക്ക് ഇമ്പമുള്ളത്, ഭൗതികമായിട്ടുള്ളത് കൂടുതൽ ഇമ്പം കൂടും കേൾക്കാനായിട്ട് അല്ലെ? കണ്ണുകൾക്ക് ഭൗതികമായ കാഴ്ചകൾ കൂടുതൽ ഇമ്പം കൂടും കാണാനായിട്ട്. ഇപ്പൊ സിനിമ കാണുക, സിനിമാ പാട്ടുകൾ കാണുക, അതൊക്കെ കൂടുതൽ ഇമ്പമായിരിക്കും. അപ്പൊ അതാണ് ഇന്ദ്രിയങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ ഈ ആഹാരത്തിന് പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കൺട്രോൾ ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം. അപ്പോൾ ഒരു സോബർ പേഴ്സൺ, അങ്ങനെ ധീരനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെയൊക്കെയും നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. സോബർ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ധീരനായ ഒരു വ്യക്തി, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അവിടെ സോബർ പേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇതിനെയെല്ലാം, അദ്ദേഹം പറയാൻ വരുന്ന വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയും. അദ്ദേഹത്തിന് മനസ്സിന്റെ ചലനങ്ങൾ, അചഞ്ചലമായ മനസ്സിനെ കൺട്രോൾ ചെയ്ത്, ഒരു കുതിരയെ എങ്ങനെ കടിഞ്ഞാണിടുന്നു അതുപോലെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. ഇനി ക്രോധത്തെ നിയന്ത്രിക്കാൻ കഴിയും. അല്ലെങ്കിൽ ക്രോധം വരുമ്പോൾ നമ്മൾ ധാരാളം പ്രവൃത്തികൾ, എന്തെങ്കിലും എടുത്ത് എറിയുക, അല്ലാതെ ചീത്ത വാക്കുകൾ ഉച്ചരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോധം വരുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ക്രോധത്തിന്റെ ആ ഒരു പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കുക. അതുപോലെ നമ്മുടെ ഉദരത്തെ നിയന്ത്രിക്കുക. ഇപ്പൊ നമുക്ക് ശരിക്കും ഏകാദശി, ഭീഷ്മപഞ്ചക ഒക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉദരത്തെ നിയന്ത്രിക്കുന്നു, നാവിന്റെ രുചിയെ നിയന്ത്രിക്കുന്നു അല്ലെ? ഇതൊക്കെയും ചെയ്യുക. ഇതുപോലെ ഹയസ്റ്റ് ആയിട്ട്, ഉന്നതമായിട്ട് ഇതൊക്കെയും ചെയ്യുന്ന ഉദര ഉപസ്ഥ വേഗം, അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഗുരുവായിരിക്കാൻ യഥാർത്ഥ യോഗ്യൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി വേണം ആചാര്യനായിരിക്കാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വേണം ഭാഗവതം ശ്രവിക്കാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വേണം ദീക്ഷയെടുക്കാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ചൈതന്യ മഹാപ്രഭുവും അതുപോലെ നമ്മുടെ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രീച്ചിങ് എന്ന് പറയുന്നത്, അദ്ദേഹം ചെയ്യുന്ന പ്രചാരണം എന്ന് പറയുന്നത് ആചരിച്ചതിന് ശേഷമാണ് പ്രചരിപ്പിക്കാനുള്ളത്. അപ്പൊ സ്വയം ആചരിക്കുക, അതിനുശേഷം പ്രചരിപ്പിക്കുക. ഇപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങളോടെല്ലാം ഭീഷ്മപഞ്ചകം എടുക്കണം, എന്താ മാതാജി എടുക്കാത്ത എന്നെല്ലാം ചോദിക്കാൻ എനിക്ക് അർഹത ഉണ്ടാവണമെങ്കിൽ ഞാൻ ആ ഭീഷ്മപഞ്ചകം എടുത്തിരിക്കണം. അല്ലാണ്ട് ഞാൻ ഏകാദശി എടുക്കില്ല എന്നിട്ട് മറ്റുള്ളവരെല്ലാം പറയാൻ എടുക്കുക, എന്താ ഏകാദശി എടുക്കാത്ത, എന്താ അത് ചെയ്യാത്ത, ഭാഗവതം വായിക്കില്ല എന്നിട്ട് പറയാ ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത ഞാൻ വായിക്കില്ല എന്നിട്ട് പറയാ ഭഗവത്ഗീത വായിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യം ഞാൻ ആചരിക്കണം, ആചരിച്ചതിന് ശേഷം മാത്രം ഞാൻ പ്രചരിപ്പിക്കണം. അപ്പോഴാണ് അവിടെ പരിശുദ്ധി ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പരിവർത്തനം ഹൃദയത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ, ഞാൻ മീൻസ് ഒരു വ്യക്തി അത്രേ ഉള്ളൂ,
കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ഞാൻ എന്ന് പറയുന്നു വെച്ചിട്ട് ഇവിടെ അഹം എന്നുള്ളൊരു ഭാവം വരരുത്. ഞാനെന്നല്ല, ഒരു വ്യക്തി ആരും ആയിക്കോട്ടെ, അത് ആ ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ആ ഒരു വ്യക്തി അത്രയും ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെയും പറയാനായിട്ട് അർഹനാണ്, നിയന്ത്രിക്കാൻ അർഹനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധമായിട്ടുള്ള ആത്മാക്കളെ ഇതുപോലെ പരിശുദ്ധിയിൽ ചേതോദർപ്പണം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യർത്ഥമായി പോകും. ചെയ്യുന്നുണ്ടാവും, കാരണം ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തായാലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും ഞാൻ എന്നുള്ള ഭാവത്തിൽ ചെയ്യാനും എല്ലാവർക്കും ഈസിയാണ്, എല്ലാവരും തൽപരരാണ്. പക്ഷേ അത് പ്രാവർത്തികമാകണമെങ്കിൽ മറ്റുള്ളവരിൽ അത് ഓക്കെ, പ്രഭു അങ്ങനെ പറഞ്ഞുല്ലോ, മാതാജി അങ്ങനെ പറഞ്ഞുല്ലോ, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മനസ്സാന്തരം അവരിൽ വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? പരിശുദ്ധമായിട്ടുള്ള വചനങ്ങളായിരിക്കണം കേൾക്കുന്നത്. അപ്പോൾ മാത്രമേ ആ പരിശുദ്ധി അവരിലേക്ക് എൻ്റർ ആവുകയുള്ളൂ. പ്രവിഷ്ട, അപ്പൊ ഇവിടെ പ്രവിഷ്ട കർണരേന്ദ്രേണ ഏത് തരത്തിലാണെന്ന് മനസ്സിലായല്ലോ. കർണരേന്ദ്രേണ, നമ്മുടെ കർണങ്ങളില് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ചേഞ്ചസ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും അത് കേൾക്കണം. അപ്പൊ ഇവിടെ നാരദമുനി എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് മനസ്സിലായല്ലോ. നാരദമുനി എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നത്? അദ്ദേഹം പറഞ്ഞപ്പോ എങ്ങനെ മനസ്സിലാക്കി മറ്റുള്ളവർ എങ്ങനെ അതിലേക്ക് ചേഞ്ച് ആയി എന്നുള്ളതാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെ മനസ്സിലായി എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് കൃത്യമായിട്ട് പറയുന്നത്. ഭക്തിയുത സേവന പ്രക്രിയയാൽ ഹൃദയം ഒരിക്കൽ ശുദ്ധിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പരിശുദ്ധ ഭഗവത് ഭക്തൻ ക്ലേശഭരിതമായ യാത്രയ്ക്ക് ശേഷം സ്വന്തം വാസസ്ഥലത്തേക്ക് തിരികെ എത്തിയ പതികനെ പോലെ. ഇപ്പൊ നമ്മള് ഒരു ദീർഘയാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ അതുപോലെ സംതൃപ്തനായിരിക്കും. ഏതൊക്കെ വീട്ടിൽ പോയാലും എത്രയൊക്കെ വലിയ സ്വർഗത്ത് പോയാലും നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലെ? പട്ടുമത്തയിൽ കിടന്നാലും AC ഇട്ട് കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് അവിടെ എന്താ പായ വിരിച്ച് തറയിലൊന്ന് കിടന്നാലും മതി. ചെന്ന് കിടക്കാത്ത താമസം സംതൃപ്തമായിട്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങും, അല്ലെ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നെങ്കിലും മറ്റുള്ളിടത്തുനിന്ന് കുടിക്കുന്നതിനേക്കാൾ കടയിൽ കയറി എത്ര വലിയ ഷാർജ ഷേക്ക് കുടിച്ചാലും വീട്ടിൽ വന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നതിന്റെ സംതൃപ്തി കിട്ടൂല ആർക്കും, അല്ലെ? അപ്പൊ സ്വന്തം വീട്ടിലെ സ്വന്തമായിട്ട് സ്വാതന്ത്ര്യവും അവകാശബോധവും എല്ലാ ഒരു സംരക്ഷണ ബോധവും എല്ലാം ഉള്ളതുപോലെ തന്നെയാണ് ഈ ആത്മാക്കൾ, പരിശുദ്ധ ആത്മാക്കൾ. അവർ ഭക്തിയുത സേവന പ്രക്രിയയാൽ ഹൃദയം ഒരിക്കൽ ശുദ്ധിയാക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെ? ഒരു ഗുരുവിൽ നിന്നും ശ്രവിച്ച് അവരുടെ ഹൃദയം ശുദ്ധിയാക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അവർ എങ്ങനെയായിരിക്കും? ഈ ക്ലേശമായ യാത്ര എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദീക്ഷയെടുത്ത വ്യക്തികൾ പോലും ചിലപ്പോൾ തെറ്റിപ്പോവാറുണ്ട്. പലരും ഇസ്കോണിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ചിലരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എങ്കിൽ ഇസ്കോണിൽ നിന്ന് പുറത്താക്കുന്ന പല ഗ്രേറ്റ് വ്യക്തിത്വങ്ങളുണ്ട്, മഹത്തായ വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെയും പുറത്താക്കിയെന്ന് പറഞ്ഞാൽ സർക്കുലർ പുറപ്പെടുവിക്കാറുണ്ട് ഇസ്കോണിൽ നിന്നും. അപ്പോൾ അതുപോലെ ഉള്ളവരായാലും ശരി, അല്ലാതെ ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവില്ല. അവര് ചിലപ്പോൾ ദീക്ഷ വരെ എടുത്തതിന് ശേഷം വഴി തെറ്റിയിട്ട് അവർ പല വഴിക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഗുരുവിനെ സ്വീകരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതാണ് ക്ലേശഭരിതമായ യാത്ര എന്ന് പറയുന്നത്. ഇനി തിരിച്ചെത്തുമ്പോൾ എന്താണ് പറയുന്നത്? തിരിച്ചെത്തി സംതൃപ്തി ആയിക്കഴിഞ്ഞാൽ ഏതൊരു പതിത ആത്മാവും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഭഗവാനെ സ്വീകരിച്ചാൽ, കൃഷ്ണാവബോധം കുറച്ചു നാളെങ്കിലും സ്വീകരിച്ചാൽ അദ്ദേഹം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഒരിക്കലും പിന്നീട് ത്യജിക്കില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഭഗവത്ഗീതയില് 2:40 പറയുന്നുണ്ട്, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. ചെറുതായിട്ട് സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ, സ്വൽപ്പമാണ് പറഞ്ഞതെങ്കിൽ പോലും, കുറച്ചു നാളാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയതെങ്കിൽ പോലും, ഒരിക്കലെങ്കിലും ഭഗവാന്റെ പാദങ്ങളിൽ നമ്മള് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശരണം പ്രാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ള മഹത്തായ ഭയങ്ങളെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാണ്. ഇനി ഭഗവാൻ പറയുന്നുണ്ട്, അപിചേത് സുദുരാചാരേണ 9.30 അപിചേത് സുദുരാചാരോ ഭജത്തെ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസ. ഒരാൾ അത്യന്തം ഹീനമായ ദുഷ്കർമ്മത്തിൽ ഏർപ്പെട്ടാൽ പോലും
എന്താണ് ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. അപ്പോ ചിലപ്പോൾ ചിലരൊക്കെ വഴിതെറ്റി പോയേക്കാം, ഭഗവാന്റെ ഭക്തന്മാര് വഴിതെറ്റി പോയേക്കാം, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ അവരെ പറ്റി പറഞ്ഞ് അവിടെ പ്രജൽപ്പ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അവരെ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത്. അവർ വഴിതെറ്റി പോയെങ്കിൽ എന്നെങ്കിലും അവരെ ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്നാണ് പറയുന്നത്. കാരണം തൻ്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അപ്പോ അവര് എപ്പോഴായാലും ആ ഒരു ദൃഢവിശ്വാസത്തിൽ വർത്തിക്കും. അപ്പൊ ചില സമയത്ത് ചിലപ്പോൾ അവർ ക്ലാസ് കേൾക്കുന്നുണ്ടാവില്ല, ചില സമയത്ത് അവർ ക്ലാസ്സിലിരുന്ന് ഉറങ്ങി പോകുന്നുണ്ടാവും ഭാഗവതം ശ്രവിക്കുമ്പോൾ. അങ്ങനെയുള്ള ധാരാളം, അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്നുണ്ടാവും കുട്ടികളാവുമ്പോൾ. പക്ഷേ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം, ശ്രമിക്കണ്ട എന്നല്ല പറയുന്നത്, ശ്രമിക്കും. അവരെ തിരിച്ച് എപ്പോഴെങ്കിലും വരും. ആ സമയത്ത് അവർ ടെമ്പററി ആയിട്ടായിരിക്കും ഭഗവാനിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കുന്നത്, കുട്ടിയായാലും വലിയ ആളുകളായാലും ദീക്ഷയെടുത്തവരായാലും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അപരാധം കാണിച്ച് അവരങ്ങനെ പോയി ഇവരിങ്ങനെ പോയി എന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മൾ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കാൻ നമുക്ക്, പക്ഷെ അവരുടെ പാതയിലെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവിടെ പരിദൂഷണം പറയുന്നതിന് നമുക്ക് അർഹതയില്ല, നമുക്ക് അതിനുള്ള ഒരു യോഗ്യത നമുക്ക് കൽപ്പിച്ചിട്ടില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല, അത് വൈഷ്ണവ അപരാധമാണ്. പക്ഷെ ആ ഒരു ചെയ്യുന്ന അപരാധം കാരണം നമ്മൾ ഒരു പക്ഷേ അധപ്പതിച്ചു പോയേക്കാം. അപ്പോ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പുറത്തേക്ക് പോയി അവരെന്തെങ്കിലും ക്ലേശഭരിതമായാൽ പോലും അവര് തിരിച്ചു വരും. ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വശരണം സ്വന്തം വീട്ടിൽ തന്നെ വരുന്നത് പോലെ സംതൃപ്തിയോടുകൂടി എപ്പോഴെങ്കിലും അവർ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഒരിക്കലും ഭഗവാന്റെ പാതാരവിന്ദങ്ങള് നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട്. നാരദര് വ്യാസദേവനോടും പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും ഡിവോട്ടി അസോസിയേഷൻ സത്സംഗത്തിൽ ഏർപ്പെട്ട ഒരു ഭക്തൻ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൃഷ്ണപ്രസാദം കഴിച്ച ഒരു ഭക്തൻ, അദ്ദേഹം ഒരിക്കലും അധപ്പതിക്കില്ല. എന്ന് വെച്ചാല് ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, നമ്മളിപ്പോ ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞു, 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പാലിക്കുന്ന ഒരു വ്യക്തിക്ക് താഴേക്ക് പിന്നീട് ആ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെയും വിട്ടു പോയി കഴിഞ്ഞാലും അവരെപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ളതാണ് അവിടെ പല ശ്ലോകങ്ങളിൽ നമുക്ക് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെയും അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അധപ്പതിച്ചു, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തു അവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനെ കുറ്റപ്പെടുത്താനും പാടില്ല. ചെറിയ ചെറിയ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങള് അതിനെ നമ്മൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമല്ല. എപ്പോഴായാലും പരിശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രവിച്ചുവെങ്കിൽ അവർ എപ്പോഴായാലും തിരികെ വരും. അതാണ് നാരദമുനി എക്സാമ്പിളായിട്ട് പറയുന്നത്. എത്ര വലിയ കാട്ടാളനായിട്ടും വാൽമീകിയെ തിരികെ കൊണ്ടുവരാനായിട്ട് ആർക്ക് കഴിഞ്ഞു? വാൽമീകിക്ക് കഴിഞ്ഞു, അല്ലെ? ധ്രുവ മഹാരാജാവ് ഭൗതികമായ അഭിലാഷയോടുകൂടി പോയ വ്യക്തിയാണ്, പക്ഷെ ഭൗതികമായ ഒന്നും തന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പ്രഹ്ലാദ മഹാരാജ് ജനിക്കുമ്പോഴേ തന്നെ ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ ഭാഗവതം ശ്രവിച്ചു, അല്ലെങ്കിൽ നാരദരിൽ നിന്ന് ശ്രവിച്ചു, അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞത് ശ്രവിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പരമഭക്തനായി മാറി. ധാരാളം വ്യക്തിത്വങ്ങൾ അതേപോലെ നമ്മുടെ ദാമോദർ ലീലയില് നല്ല കുബേര മണിഗ്രീവന്മാര് അതുപോലെ തിരിച്ചു വന്നു, അല്ലെ? അങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ നാരദമുനിയാല് വന്നിട്ടുണ്ട്. ഇനി കുമാരന്മാര്, 4 കുമാരന്മാർ എങ്ങനെയാ വന്നത്? 4 കുമാരന്മാരെ പ്രജാപതികളാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മ സൃഷ്ടിച്ചത്. പക്ഷെ അങ്ങനെയുള്ളവരെ പോലും നാരദമുനി എന്ത് ചെയ്തു? ഈ പാതയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? അപ്പൊ അത്രയും വലിയ ഗ്രേറ്റ് ആചാര്യന്മാരാണ് നമ്മുടെ പരമ്പരയിലുള്ളത്. ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായത്തിലും അതേ ഭഗവാൻ കൃഷ്ണ, ബ്രഹ്മ, വ്യാസ, നാരദ, ഇതാണ് നമ്മുടെ പരമ്പര എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു പരമ്പരയിൽ നിന്ന് ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പാതയിൽ പറയുന്നത് ആചാര്യന്മാര് ഈ പ്രചരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുകൂടി പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് എക്സാമ്പിളായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞു തരുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ കാര്യമാണ്. നിത്യാനന്ദ പ്രഭു ജഗായി മദായിയോട് അവരോട് പ്രീച്ച് ചെയ്യുന്ന സമയത്ത്, അവരോട് ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാനായിട്ട് പറയുന്ന സമയത്ത് അവർ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെ? മുറിവേൽപ്പിച്ച സമയത്തും അദ്ദേഹം അവരെ ഉദ്ധരിക്കാനാണ് നോക്കിയത്. പിന്നീട് ചൈതന്യ മഹാപ്രഭു അവരെ ശിക്ഷിക്കാൻ വരുന്ന സമയത്തും ചൈതന്യ മഹാപ്രഭുവിനോട് അദ്ദേഹം അപേക്ഷിക്കുകയാണ് അവരെ ഉപദ്രവിക്കല് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഗുരു അതാണ് ചെയ്യുന്നത്. ഗുരു ഒരിക്കലും നമുക്ക് ദോഷം വരാൻ, ശിഷ്യന്മാർക്ക് ദോഷം വരാനുള്ളത് ചെയ്യില്ല. ഭഗവാൻ അവരോട്
അപ്രീതി കാണിച്ചാൽ പോലും എന്ത് ചെയ്യും? ഗുരു അവരോട് റെക്കമെൻഡ് ചെയ്യും, ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യും, എന്റെ ശിഷ്യനെ ഒന്നും ചെയ്യരുത്, അവർ തിരിച്ചു വന്നോളും, അവർക്ക് കുറച്ചുകൂടി ടൈം കൊടുക്കണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? ഗുരുവാണ്. അപ്പൊ ശിഷ്യൻ നമ്മൾ നേരിട്ട് ഭഗവാനോട് പറയുന്നതിനേക്കാളും ഗുരു പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു റെക്കമെൻഡേഷൻ, ഒരു സ്ട്രെങ്ത്, അതിനൊരു ശക്തി ഉണ്ട് അല്ലെ? അതുകൊണ്ട് അവിടെ ചൈതന്യ മഹാപ്രഭു ജഗായി മതായിയെ വെറുതെ വിട്ടു. പിന്നീട് ജഗായി മതായി എന്തായി? നല്ല ഉന്നത ഭക്തന്മാരായി എന്നുള്ള കഥ നമുക്ക് ചൈതന്യ ഭാഗവതത്തില് നമുക്ക് ശ്രമിക്കാൻ കഴിയും. അപ്പൊ ഇത് ആചാര്യന്മാർക്ക് എന്താ പറയുന്നത്? നിത്യാനന്ദ പ്രഭുവിനവിടെ ആചാര്യനാണ്, അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അവിടെയും അദ്ദേഹം എന്ത് ചെയ്തു? ആ സാഹചര്യത്തിലും അദ്ദേഹം അത് ക്ഷമിച്ചു നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ആചാര്യന്മാർക്ക് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയും കിട്ടും. പക്ഷെ അതൊക്കെയും സഹിച്ച് ക്ഷമിച്ച് എന്ത് ചെയ്യുക? അല്ലാതെ അതിനുള്ളിൽ പിന്നെ ചികഞ്ഞിട്ട് അവരെങ്ങനെ ചെയ്തു, അത് അപരാധമാണ്, അവർക്ക് ദോഷം വരട്ടെ എന്നല്ല ചിന്തിക്കാനുള്ളത്. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്, ക്ഷമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമാണ് ഒരു ആചാര്യനായി മാറുന്നത്, ഗുരുവായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഈ 2 ശ്ലോകങ്ങൾ ധാരാളം പറയാനുണ്ട്. അപ്പോ ഇനിയും വരുന്ന ശ്ലോകങ്ങളിലൂടെ അത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് കഴിയും. ഹരേ കൃഷ്ണ. വാസുദേവായ. ശ്ലോകം 5. പ്രവിഷ്ട കർണരേന്ദ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലീലസ്യ യഥാ ശരത്. ഹരേ കൃഷ്ണ. എന്നാൽ പരിമിതമായ സ്ഥലമുള്ളവർക്ക് ഒരു പൂജാപീഠം മാത്രം തയ്യാറാക്കാം. കീർത്തനം, ആരതി, പാരായണം എന്നിവയ്ക്കായി കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് പൂജാമുറി. കൃഷ്ണനു നൈവേദ്യം അർപ്പിക്കുന്നതും ഇവിടെയാണ്. കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്ന് ജപം, പ്രാർത്ഥന, ശാസ്ത്രഗ്രന്ഥ പാരായണം എന്നിവയിൽ ഏർപ്പെടാം. ഏതെങ്കിലും ഒരു മൂലയിൽ, ഒരു അലമാരിയിൽ പൂജാപീഠം ഒരുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനായി ഒരു പ്രത്യേകം മുറി ഉപയോഗിക്കുന്നതാണ്. എന്തെന്നാൽ പ്രത്യേക മുറിയാകുമ്പോൾ അവിടെ ഒരു ആത്മീയ അന്തരീക്ഷം നിലനിൽക്കുന്നു. മറ്റു മുറികളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ക്ഷേത്രമുറി കർശനമായും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ക്ഷേത്രമുറിയെ വിഗ്രഹമൂർത്തി എന്നും പ്രാർത്ഥനാസ്ഥലമെന്നും 2ആയി വിഭജിക്കുന്നു. വിഗ്രഹമൂർത്തിയെ ഒരു കർട്ടൻ കൊണ്ട് ക്ഷേത്രമുറിയെ വിഗ്രഹമുറി എന്നും പ്രാർത്ഥനാ സ്ഥലമെന്നും 2ആയി വിഭജിക്കുന്നു. വിഗ്രഹമുറിയെ ഒരു കർട്ടൻ കൊണ്ട് പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് വേർതിരിക്കാം. പ്രത്യേകമായ ക്ഷേത്രമുറി ഇല്ലെങ്കിൽ പോലും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന സ്ഥലത്തെ ഒരു കർട്ടൻ കൊണ്ട് മറക്കേണ്ടതാണ്. ഗൃഹത്തിലെ ക്ഷേത്രമുറിയിൽ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തന്മാരെയും ചിത്രങ്ങൾ സ്ഥാപിച്ചും ആരാധിക്കാം. ഭക്തന്മാർ ആത്മീയമായി മുന്നേറുമ്പോൾ മാത്രമേ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ പാടുള്ളൂ. മന്ത്രദീക്ഷ സ്വീകരിക്കാവുന്ന തലത്തിലേക്ക് ഉയർന്ന ഗൃഹസ്ഥ ഭക്തന്മാർക്ക് വീട്ടിൽ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാവുന്നതാണ്. ഉയർന്ന വിഗ്രഹാരാധന ഒരു വൈഷ്ണവ ഗുരുവിന്റെ നിർദ്ദേശത്തിൻ കീഴിൽ അനുഷ്ഠിക്കേണ്ടത്. അതിനാൽ ഇത്തരം വിഗ്രഹാരാധനയെ കുറിച്ച് ഈ പുസ്തകത്തിൽ വിശദമായി വിവരിച്ചിട്ടില്ല. ആരാധനയ്ക്ക് യഥാർത്ഥ ഭക്തിഭാവമുണ്ടെങ്കിൽ ചിത്രങ്ങളുടെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് തടി, ശില, ലോഹം എന്നിവയാലുള്ള വിഗ്രഹങ്ങളുടെ രൂപത്തിൽ ആരാധിക്കുന്നതിൽ നിന്നും ഒട്ടും തന്നെ ഭിന്നമല്ല. എന്നാൽ ഉയർന്ന വിഗ്രഹാരാധന വിപുലവും സങ്കീർണവുമാകയാൽ കൃഷ്ണാവബോധത്തിൽ അനുഭവസമ്പന്നരായ ഭക്തന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകാറുള്ളൂ. ഒരു വിഗ്രഹത്തിലെ പൂജാപീഠത്തിൽ താഴെ പറയുന്ന ചിത്രങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. മുകളിലെ വിശദീകരണ ചിത്രം കാണുക. അക്കങ്ങൾ ചിത്രത്തിന്റെ സ്ഥാനം കാണിക്കുന്നു. വായിച്ചു മതിയോ മാതാജി? ഇസ്കോൺ സ്ഥാപകാചാര്യൻ ദിവ്യപൂജ, AC ഭക്തവേദാന്ത സ്വാമി പ്രഭുപാദർ, B ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, C ഗൗരകിശോര ദാസ് ബാബാജി,
नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्टलं गोकुले व्रजमानम् यशोदाभियोलुखलाघवमानम् परामृष्टमत्यन्दतो धृत्य गोप्या रुदन्तं मुहुर्नेत्रयुग्मं व्रजन्तम् कराम्बोजयुग्मेन सातङ्गनेत्रम् मुहुश्वासकं पात्रीरेखाङ्ककण्ठ स्थितग्रैवं दामोदरं भक्तिबद्धम् इति दृक्स्वलीलाभिरानन्दकुण्ठे स्वघोषं निमज्जन्तमख्यापयन्तम् तदीशितज्ञेषु भक्तिर्जितत्वम् पुनः प्रेमतस्तं शतावृत्तिवन्ते वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणीहं वरेशातपीह इदं ते वपुर्नाथ गोपालबालम् सदा मे मनस्याविरस्तां किमन्ये इदं ते मुखाम्बोजमत्यन्तनीलैर्वृतं कुण्टलैः स्निग्धरक्तैश्च गोप्या मुहुश्चुम्बितं बिम्बरक्ताधरं मे मनस्याविरस्तामलं लक्ष्यलाभे नमो देवदामोदरानन्दविष्णु प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपादृष्टिवृष्ट्यादिदीनं बतानो गृहाणेश मामज्ञमिद्यक्षिदृश्या कुबेरात्मजो बद्धमूर्त्यैव यद्वत् त्वया मोचितौ भक्तिभाजौ कृतौ च तदा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे गृहो मेऽस्ति दामोदरेह नमस्ते स्तु धाम्ने स्फुरद्दीप्तिधाम्ने त्वदीयोदराय विश्वस्य दाम्ने नमो राधिकायै त्वदीयप्रियायै नमो आनन्दलीलाय देवाय तुभ्यम्। हरे कृष्णा। जय कुंज विहारी जय राधा माधव जय कुंज विहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 राम
രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, തുടങ്ങാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗരുഡപുരാണത്തിലേക്ക് സ്വാഗതം. അപ്പോ തന്നെ രാവിലെ തന്നെ ദാമോദര ഭഗവാന്റെ നല്ലൊരു ആരതി കാണാൻ പറ്റി. പിന്നെ ഗോപിക മോളുടെ എന്താ പറയുക, നല്ലൊരു പാട്ട് കേട്ടു. അപ്പൊ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് ഗരുഡപുരാണം. നമ്മൾ മരണാനന്തരമായ ഒരാത്മാവിന് സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളാണ് പറയുന്നത്. ആത്മാവിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല, ശരീരങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് മരണം എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് തേളുകൾ ഒരുമിച്ച് കയറുണ്ടാകുന്ന ഒരു അല്ലാത്ത വേദനയായിരിക്കും മരണത്തിലൂടെ ഒരു ആത്മാവിനുണ്ടാകുന്നത്. സ്വന്തം ശരീരം വിട്ടു പോകാൻ ആത്മാവ് സമ്മതിക്കില്ല. മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കാൻ നമുക്ക് ശ്രമിക്കുമെങ്കിലും നമ്മുടെ ശ്വസനം, നമുക്ക് പറഞ്ഞിട്ടുള്ള ശ്വസനം, അല്ലെങ്കിൽ നമ്മുടെ വർഷം, നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയിൽ ജീവിക്കാൻ പറഞ്ഞിട്ടുള്ള വർഷം കഴിയുമ്പോഴേക്കും നമ്മെ കൊണ്ടുപോകാൻ ആൾ വരും. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബാധകമേ അല്ല. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഇത് സാധാരണക്കാരുടെ കാര്യമാണ്. പരിശുദ്ധ ഭക്തിയിലേക്ക് വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സമയമോ കാലമോ വയസ്സോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ രാത്രിയോ പകലോ ഉത്തരായനോ ദക്ഷിണായന കാലങ്ങളോ ഇതൊന്നും ബാധകമേ അല്ല. അവര് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നവരാണ്. അവർക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാം, ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പോകാം, ഭഗവാന്റെ പരിശുദ്ധ എന്താ പറയാ ഗോലോക വൃന്ദാവനത്തിലേക്കും പോകാം. പക്ഷെ ഇത് 98% വരുന്ന ഭക്തരായ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കാര്യമാണ് നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് നമ്മൾ മരണത്തിനെ കുറിച്ച് പറഞ്ഞു. മരണം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ആത്മാവ് മനസ്സിന്റെ വേഗതയിൽ പോയി വരും. ഇയാളെ പോയിട്ട് ഇവരെ കൊണ്ടുപോകുന്ന കിങ്കരന്മാരോടൊപ്പം യമലോകത്തേക്ക് പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനെ എന്ത് രീതിയിലാണ് സ്നേഹിക്കുന്നതെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു 10-16 ദിവസം ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചയക്കുന്നുണ്ട്. വീടിന് ഒരു 10 അടിയോളം ഉയരത്തില് ഈ ആത്മാവ് ആ വീട്ടിന് ചുറ്റും തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭാര്യയുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ സ്നേഹങ്ങൾ, ഇദ്ദേഹത്തിനോടുള്ള സ്നേഹം കപടമാണോ ആത്മാർത്ഥമുള്ളതാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം കിട്ടും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ 16-ന്റെ അന്ന് കൊണ്ടുപോകാൻ ആൾക്കാർ വരും. ഇതിനിടയ്ക്ക് പിണ്ട ബലിയിലൂടെ ഇദ്ദേഹത്തിന് പിണ്ട ശരീരം കിട്ടുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. 10 ദിവസം കൊണ്ട് ശിരസ് മുതൽ പാദം വരെയുള്ള പിണ്ട ശരീരം കിട്ടുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പിണ്ട ശരീരത്തോടുകൂടി ആത്മാവിനെയാണ് 16-ന്റെ അന്ന് വന്നിട്ട് ഭീകരന്മാർ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ 1 വർഷം കൊണ്ടുള്ള യാത്രയാണ് യമപുരിയിലേക്കുള്ള യാത്ര. ആദ്യം നമ്മൾ മനസ്സിന്റെ വേഗതയിൽ പോയി വന്നു നമ്മൾ പറഞ്ഞു. പിന്നെ 2ാമത്തെ യാത്ര ഭീകരമായിരിക്കും. പോകുന്ന വഴിക്കുള്ള പുരികൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മൊത്തം യാതനയും വേദനയും നിറഞ്ഞ ഒരു യാത്രയാണത്. ആ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് യമരാജാവിന്റെ മുന്നിലാണ്. ആത്മാവ് അവിടെ വന്ന് നിൽക്കുകയാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ഗരുഡപുരാണത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഭാഗവതത്തിലും ഇതിനെക്കുറിച്ച് ഈ 28 നരകങ്ങളെ കുറിച്ചുള്ള വർണ്ണന പറയുന്നുണ്ട്. നരകങ്ങളിൽ ചെറിയ പേര് വ്യത്യാസം, ചില നരകങ്ങളുടെ പേര് വ്യത്യാസം 2ലും കാണാമെന്നല്ലാതെ ബാക്കിയെല്ലാം കണ്ടന്റുമെല്ലാം ഒന്നും തന്നെയാണ്. ഗരുഡപുരാണത്തിലാണ് കുറച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് യമരാജാവിന്റെ മുന്നിലാണ്. യമരാജാവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താ പറയുക, ഈ പുണ്യവാന്മാരെയും പാപികളെയും കൊണ്ടുപോകുമെങ്കിലും പുണ്യം ചെയ്തവർക്കൊന്നും ഈ പറയുന്ന യാതനകളോ വേദനകളോ ഒന്നും ഉണ്ടാകില്ല. അവര് സുഖമായിട്ട് യമപുരിയിൽ എത്തും. അവിടെ യമരാജാവിനെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവര് നിൽക്കും. അവർക്കൊന്നും പേടിയോ വെപ്രാളമോ അങ്ങനെയൊന്നും ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. മറിച്ച് പാപികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജനെ കാണുമ്പോൾ തന്നെ വല്ലാണ്ട് പേടിച്ച് വിറച്ച് 1-2 സാധിച്ച് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കും. അപ്പോ അരികിൽ ചിത്രഗുപ്തനുണ്ടാവും, ചിത്രഗുപ്തന്റെ സഹായികളുണ്ടാവും,
അപ്പൊ ഈ ആത്മാവ് കരഞ്ഞ് നിലവിളിക്കും, എന്നെ രക്ഷിക്കണേ, എന്നെ ഇവിടുന്ന് വിടണമേ, ഞാൻ ഇനി ഒരു കുറ്റം ചെയ്യില്ല, ഞാൻ അറിയാണ്ട് എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്ത് മാപ്പ് തരണേ എന്നൊക്കെ പറഞ്ഞ് ഈ ആത്മാവ് വല്ലാണ്ട് നിലവിളിക്കും. അപ്പോ യമരാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് തന്റെ സേവകരെ അടുത്തേക്ക് വിളിക്കും. അപ്പോ ചിത്രഗുപ്തൻ ഇദ്ദേഹത്തിന്റെ പിന്നെ പുണ്യപാപങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിൽ എല്ലാം റെഡിയായി കിടപ്പുണ്ടാവും. അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹം ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളെല്ലാം തെളിഞ്ഞ് കാണാൻ പറ്റും. പുണ്യവാന്മാര് ഈ പുരിയിൽ വന്നിട്ട് നേരെ സൗരമണ്ഡലം വഴി സ്വർഗീയ ലോകങ്ങളിലേക്ക്, ദേവലോകം അതുപോലെയുള്ള സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകും. പാപികള് ഈ പറയുന്ന 28 യമലോകത്തിലുള്ള 28 നരകങ്ങളിൽ അവരോര് ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഓരോ നരകങ്ങളിലേക്കും പോകുന്നു. ചിലർക്ക് 1 or 2 നരകങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. ചിലർക്ക് 28 അനുഭവിക്കേണ്ട കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 28 നരകങ്ങളിലും പോകേണ്ടി വരും. അങ്ങനെ അവര് ആത്മാവ് വന്ന് കയറിയ ഉടൻ തന്നെ അവിടെ ധർമ്മധ്വജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ വന്ന ആളിന്റെ പാപകർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇയാൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നൊക്കെ ഉറപ്പ് പറയും ഇയാളെ കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി ഇയാളെ വീട്ടുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, മരണാനന്തരം മരിക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ ആ സമയത്ത് ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇയാളെ പറ്റി ഇപ്പം മരിക്കുന്ന വീടുകളിൽ നമ്മൾ സങ്കീർത്തനം നടത്താറുണ്ട്. അല്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം, രാമായണമൊക്കെ വായിക്കുന്നത് ആ സമയത്താണ് ഇദ്ദേഹത്തിന് പ്രയോജനം ചെയ്യുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വീട്ടില് എന്തൊക്കെ നടന്നു എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ വീട്ടില് ഹരിനാമജപം ഉണ്ടായിരുന്നു, ആധ്യാത്മികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള ശിക്ഷകളിൽ കുറെ ശിക്ഷയിൽ നിന്നും ഇയാളെ ഒഴിവാക്കി കൊടുക്കും. അത്രമാത്രം കാരുണ്യവാൻ കൂടിയാണ് യമരാജാവ്. ഇയാൾ ചെയ്തിട്ടുള്ള മഹാപാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും വീട്ടില് ഇദ്ദേഹത്തിന് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത്, ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം പല വീടുകളിലും ചിലരൊക്കെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലത് 2 വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് പണ്ട് മുതലേ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഇതൊക്കെ ആയിരിക്കണം. മരിച്ച ആള് എന്തൊക്കെ അയാൾ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പോകാവുന്ന ഒരു പതിവുണ്ട്. അതെല്ലാം ഈ സമയത്ത് ഇയാളുടെ ശിക്ഷയിൽ നിന്നുള്ള ഇളവിലേക്ക് അതൊക്കെ പരിഗണിക്കും. അത് കഴിഞ്ഞ് 12 ശ്രാവണന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആ സമയത്ത് അവിടെ തെളിഞ്ഞു വരും. അവരാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി നിന്ന ഒരു കൂട്ടര്. അവര് യമധർമ്മനെ സഹായിക്കാനായിട്ട് ബ്രഹ്മദേവൻ തന്റെ കയ്യിലെ ദർഭ എടുത്ത് എറിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയവരാണ് ഈ ശ്രാവണന്മാരെന്ന് പറയുന്നത്. അത് എല്ലാ ജീവാത്മാക്കളോടൊപ്പം ഉണ്ടായിരിക്കും. അവര് ഈ പറയുന്ന കർമ്മങ്ങളുടെ എല്ലാം സാക്ഷ്യം അവിടെ പറയും. അപ്പോ ഈ അദ്ദേഹത്തിന് ഒന്നും എതിർക്കാനോ തള്ളിപ്പറയാനോ ഒന്നും പറ്റില്ല. ഇനി അഥവാ ഇദ്ദേഹം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിഷ്വൽ ഇതെല്ലാം ആ സമയത്ത് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും പറഞ്ഞ് പറ്റിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഭയങ്കരമായ വിചാരണ അവിടെ ഉണ്ടാകും. ആ വിചാരണ കേട്ടിട്ട് യമരാജൻ ഇദ്ദേഹത്തിന് ഏതൊക്കെ നരകങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കെല്ലാം ഫലം ഉറപ്പാണ്. അല്ലാതെ ഞാൻ പ്രവൃത്തി കൊണ്ട് മാത്രം ചെയ്തതല്ലേ ബാധിക്കുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ പോലും, മനസ്സുകൊണ്ട് ഒരാളെ കൊന്നാൽ പോലും, മനസ്സുകൊണ്ട് ഒരാളെ എന്തെങ്കിലും തെറ്റായിട്ട് കരുതിയാൽ പോലും ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇവരെല്ലാം ഉണ്ട്. ഈ ശ്രവണന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാം ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ, ഒരു മുറിക്ക് അകത്തിരുന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോലും പരമാത്മാവായ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പറയുന്ന ശ്രവണന്മാരുണ്ട്, സൂര്യചന്ദ്രാദികളായിട്ടുള്ള ദേവന്മാരുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ പറയുന്ന സാക്ഷികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ വിചാരണയെല്ലാം കഴിഞ്ഞ് സൂര്യമണ്ഡലം വഴി പുണ്യവാന്മാരെ സ്വർഗീയ ലോകങ്ങളിൽ പോകും. പാപികളായിട്ടുള്ള പാപം ചെയ്ത അവർ നരകങ്ങളിലേക്ക് പോകും. അങ്ങനെ 28 നരകങ്ങളെ കുറിച്ചാണ് ഗരുഡപുരാണം പ്രതിപാദിക്കുന്നത്.
ഭാഗവതത്തിലും 28 പുരാണം പറയുന്നുണ്ട്. അപ്പോ 5-ാം സ്കന്ധത്തിലാണ് ഭാഗവത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ശങ്കരാചാര്യരുടെ വേദാന്ത സൂത്രത്തില്, വിഷ്ണു പുരാണത്തില്, 2-ാം വംശത്തില്, ഇതിലൊക്കെ ഈ നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ നരകം, ആദ്യത്തെ നരകം എന്ന് പറയുന്നത് താമിശ്രം എന്ന് പറയുന്ന നരകമാണ്. അത് ആ നരകത്തിൽ പോകുന്നവര് എന്ത് പാപം ചെയ്തിട്ടാണെന്ന് വെച്ചാല് അന്യരുടെ സ്വത്ത്, അന്യരുടെ ഭാര്യ, അന്യരുടെ കുട്ടികളെ, ഇവരെയൊക്കെ തട്ടിയെടുക്കുന്നവർക്കാണ് ഈ പറയുന്ന നരകം, താമിശ്രം എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അവിടെ ബോധം കെടുന്നത് വരെ മർദ്ദിക്കും. കൂടാതെ വെട്ട് കുത്തൊക്കെ ഇങ്ങനെ ചെയ്തു കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ അവിടെ മരിക്കില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന ശരീരം യാതന ശരീരമാണ്. നമുക്കിപ്പോ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥൂല ശരീരം, പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരമാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മരിക്കുമ്പോഴേക്കും സൂക്ഷ്മ ശരീരം, പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പോയിട്ട് സൂക്ഷ്മ ശരീരം, അതിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അത് കഴിഞ്ഞ് നമ്മളെ പിണ്ടബലിയോട്, പുത്രൻ ചെയ്യുന്ന പിണ്ടബലിയോടുകൂടി നമ്മൾ പിണ്ടശരീരം കിട്ടുന്നു. പിണ്ടശരീരത്തിലൂടെയാണ് നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ നരകത്തിലെത്തി. നരകത്തിൽ നമുക്ക് കിട്ടുന്ന, നമുക്കെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാപികളായിട്ടുള്ള ആൾക്കാർ കിട്ടുന്നത് യാതന ശരീരമാണ്. പിണ്ടശരീരം ഹസ്തമാത്രം, കൈന്റെ നമ്മുടെ കൈപ്പത്തി പോലെ അത്രയും വലിപ്പത്തേ കാണത്തുള്ളൂ. മറിച്ച് യാതന ശരീരം അങ്കുഷ്ടമാണ്. അങ്കുഷ്ടം എന്ന് വെച്ചാൽ തള്ളവിരലിന്റെ അത്രയും മാത്രം. പക്ഷെ നമ്മുടെ ബോധം നിൽക്കുന്നത് ഏതിലായിരിക്കും? നമ്മുടെ ഫുൾ ശരീരം, നമ്മളിവിടെ ഉള്ള ആ ശരീരത്തിലായിരിക്കും നമ്മുടെ ബോധം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദന, ഈ ചെറിയ തള്ളവിരലിന്റെ വേദന ആയിരിക്കില്ല നമ്മുടെ നിലവിൽ നമുക്ക് ഉണ്ടായിരുന്ന ആ ശരീരത്തിന് കിട്ടുന്ന വേദന തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം സൈസ് വളരെ ചെറുതായിട്ടാണെങ്കിലും ഫീലിങ്സ് മൊത്തം നമ്മൾ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചെങ്കിൽ അത്രയും ആ വലിപ്പമുള്ള ശരീരത്തിന് കിട്ടുന്ന വേദനയായിട്ട് തന്നെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈ കിട്ടുന്ന യാതന ശരീരത്തോടു കൂടി ഇയാള് ഓരോ നരകങ്ങളിലേക്ക് പോകും. ഒരു നരകം നമ്മൾ പറഞ്ഞു. അടുത്തത് അന്തതാമിശ്രം. അന്തതാമിശ്രം എന്ന ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നവര്, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നവര്, പിന്നെ കല്യാണം കഴിച്ചിട്ട് സ്വത്ത് തട്ടിയെടുത്തിട്ട് അവളെ കൊല്ലുന്നവര്. നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ പാമ്പിനെ വരെ വിട്ട് സ്വന്തം ഭാര്യയെ കൊന്ന ആ പൈസയ്ക്ക് വേണ്ടി ഓരോരോ ഇങ്ങനെ ചതി നടത്തുന്ന ആൾക്കാർ, ഇവരെല്ലാം കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് അന്തതാമിശ്രം. ദുർഗന്ധമുള്ള, ഇരുട്ട് നിറഞ്ഞ ഭീകരമായ സ്ഥലമാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ബോധമറ്റ് വീഴും. അത്രമാത്രം ഭീകരത ജ്വലിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ കൂട്ടരെ കൊണ്ട് തള്ളുന്നത്. അടുത്തത് രൗരവം. രൗരവം എന്ന് പറയുന്നത് മോഷ്ടാക്കള്, കൊള്ളക്കാരന്മാര്, മോഷ്ടാക്കര്, മറ്റുള്ളവരെ ദ്രോഹിക്കല്, വസ്തുക്കൾ തട്ടിയെടുക്കുന്നവര്, ഇവരെല്ലാം കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് രൗരവം. രൗരവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർപ്പങ്ങൾ ഇവരെ ഓട്ടിച്ച് വരിഞ്ഞ് ചുറ്റി കുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ഥലമാണ് രൗരവം. ഇനി മഹാരൗരവം. മഹാരൗരവം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെയൊക്കെ പറ്റിച്ച് അവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കുന്നത്. പിന്നെ നമുക്ക് അർഹതയില്ലാത്തതൊക്കെ ഉള്ള പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു യോഗ്യത ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയാ, രാഷ്ട്രീയ സ്വാധീനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അധികാരം, അല്ലെങ്കിൽ ജാതി മതത്തിന്റെയൊക്കെ പേരിൽ തട്ടിയെടുക്കുന്ന അർഹതയില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവര്, ഇവരെല്ലാം കൊണ്ട് തള്ളുന്നത് പിന്നെ എവിടെയാണ്? ഈ മഹാരൗരവം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ അനാക്കണ്ട പോലെയുള്ള വലിയ സർപ്പങ്ങളാണ്. രൗരവത്തിൽ ചെറിയ പാമ്പുകൾ, സർപ്പങ്ങളൊക്കെ ഉണ്ടാവും. മറ്റത് അനാക്കൊണ്ട പോലെയൊക്കെ ഉള്ള വലിയ സർപ്പങ്ങൾ ഇങ്ങനെ വരിഞ്ഞു ചുറ്റി അതിന്റെ വായ്ക്കകത്തേക്ക് നമ്മൾ കടന്നു പോകും. വീണ്ടും നമ്മൾ പുറത്തേക്ക് വരും. വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരിക്കലും മരണം എന്ന് പറയുന്ന ഒരു വിഷയമേ സംഭവിക്കുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നമ്മളെ ചുറ്റി വരിഞ്ഞ് കടിച്ച് വിഴുങ്ങി വീണ്ടും പുറത്ത് ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അങ്ങനെയുള്ളവർക്ക്. ഇനി കുംഭിഭാഗം നരകത്തില് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന, സസ്യാഹാരം ഇവിടെ നമുക്ക് ഭഗവാൻ തന്നിട്ടും ധാരാളം പച്ചക്കറി നമുക്ക് തന്നിട്ടും, ധാരാളം ഫ്രൂട്ട്സുകൾ നമുക്ക് തന്നിട്ടും, ധാരാളം ധാന്യങ്ങൾ തന്നിട്ടും, ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മള് ജീവികളെ ഒരു കുറ്റവും ചെയ്യാതെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന പശുവിനെയും ആടിനെയും കോഴിയൊക്കെ നിഷ്കരണം കൊന്നു തള്ളി തിന്നുന്നവർ. അപ്പോ ഈ കൊല്ലുന്നവർക്ക് മാത്രമല്ല പാപം, നമുക്ക് വേണ്ടി കൊല്ലുന്നവർക്കും അത് കഴിക്കാൻ തയ്യാറായി നമ്മൾ കുടുംബസമേതം ഓരോ ഹോട്ടലുകളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവർക്കെല്ലാം
ഈ പാപത്തിന്റെ തുല്യ പങ്കാളിത്തമുണ്ട്. 5 കൂട്ടര്, ഞാൻ ഇന്നലെ പറഞ്ഞു 5 കൂട്ടരാണ് ഒരു കൊലയ്ക്ക് തുല്യ പങ്കാളികള്. ആ 5 കൂട്ടരിൽ ഒരാള് കഴിക്കുന്ന ആളും പെടും. അത് വച്ചു കൊടുത്ത ആള്, അത് വിറ്റയാള്, അത് കൊന്നയാള്, ആ പശുവിനെ വിറ്റയാൾ, ഇങ്ങനെ എല്ലാ പേർക്കും ഇത് വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത ആളിന് വരെ ഇതിന്റെ ഒരു പങ്ക് കിട്ടും. അപ്പോ അങ്ങനെയുള്ളവരെ വലിയ വലിയ പാത്രങ്ങളിൽ എണ്ണ തിളച്ചു മറിയും. അപ്പോൾ അതില് നമ്മളിവിടെ ഈ ചിക്കനൊക്കെ പൊരിക്കുന്നത് പോലെ അവരിങ്ങനെ ഈ പറയുന്ന ശരീരത്തിനെ കീറി മുളച്ച് അതിൽ മുളകെല്ലാം തേച്ച് മസാലയെല്ലാം പുരട്ടി എടുത്ത് ആ തിളച്ച എണ്ണയിലേക്ക് ഇടും. അവിടെ കിടന്ന് നമ്മള് പൊരിഞ്ഞ് ബോധമറ്റ് പോവും. വീണ്ടും ഈ ബോധം കിട്ടുമ്പോൾ വരുമ്പോഴേക്കും വീണ്ടും ഇത് തന്നെ ചെയ്യും. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും ഇവർക്ക് മരണം എന്ന് പറയുന്ന സംഭവമേ അവിടെ ഇല്ല. അങ്ങനെ പശുവിനെയൊക്കെ തിന്നുന്നവർക്ക് ആ പശുവിന് എത്ര രോഗം ഉണ്ടായിരുന്നു അത്രയും കാലം ഈ നരകയാതന അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത്രമാത്രം വലിയൊരു ശിക്ഷയാണ് പശുവിനെ കൊല്ലുന്നത്. കാരണം പശു എന്ന് പറയുന്നത് നമ്മുടെ അമ്മയേക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കണക്കിൽ. കാരണം അമ്മ നമുക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിരിക്കും പാല് തരുന്നത്. പക്ഷെ ഒരു പശു എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നമുക്ക് പാല് തരുന്ന അമ്മയേക്കാൾ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു ജീവിയാണ്. നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ പശുക്കളോടൊപ്പം കഴിയുന്നത്, യേശുക്രിസ്തു പശുക്കളോടൊപ്പം കഴിഞ്ഞത്, ഇതെല്ലാം ഏറ്റവും ദൈവികമായ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെല്ലാം പശുക്കളെ ഏറ്റവും മാറോടണച്ച് ജീവിച്ചവരാണ്. കാരണം അത്ര നിഷ്കളങ്കരാണ് പശുക്കള്. അവരെ കൊല്ലുന്നത് ചിന്തിക്കുന്നത് പോലും മഹാപാപമാണ്. അവരെയൊക്കെ കമ്മ്യഭാഗത്തിലേക്കാണ് പോകുന്നത്. നോൺ വെജിറ്റേറിയൻകാർക്ക് പേടിക്കേണ്ട 3 നരകം പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ള നരകം തിരഞ്ഞെടുക്കാം. അവിടെ അത്രത്തോളം സൗജന്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കാലസൂത്രം എന്ന് പറയുന്നതാണ്. അത് ഈ ഗുരുക്കന്മാരെ കളിയാക്കുന്നവര്, നമ്മളെ മുതിർന്നവരെയൊക്കെ കളിയാക്കുന്നവര്, ഗുരുവിനെ നിന്ദിക്കുന്നവര്, പിന്നെ ഗുരുവിനെ അടിക്കുന്നവര്, ഗുരുവിനെ തെറി വിളിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ അസഹ്യമായിട്ട് ചുട്ടുകൊള്ളുന്ന എന്താ പറയാ അവിടെ കിടന്ന ഭ്രാന്തി പിടിച്ചു പോകുന്ന രീതിയിലുള്ള തിളച്ചു മറിയുന്ന നരകമാണ് ഈ പറയുന്ന കാലസൂത്രം. അത് കഴിഞ്ഞാൽ അസിപത്രം എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകുന്നവരുണ്ട്. അവര് എങ്ങനെയുള്ളവരാണ്? അവര് സ്വധർമ്മം ഉപേക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ ഉദാഹരണത്തിന് ബ്രാഹ്മണര് ആ ബ്രാഹ്മണ്യം മറന്ന് സാധുക്കളെയൊക്കെ കൊന്നു തിന്നുക, അല്ലെങ്കിൽ മറ്റുള്ള ജാതി ചിന്ത വെച്ച് പുലർത്തി പാവപ്പെട്ടവരെ കൊള്ളയടിക്കുക, അവരുടെ വസ്തുവകൾ തട്ടിയെടുക്കുക, അവരെ ജോലി ചെയ്യിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിക്കുക, ഇവരെയൊക്കെ കൊണ്ടു തള്ളുന്ന സ്ഥലമാണ് അസിപത്രം. അവിടെ ചാട്ടവാറ് കൊണ്ടുള്ള അടി, വാള് കൊണ്ടുള്ള വെട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ സൂകരമുഖം. അവിടെ പോകുന്നവരെങ്ങനെയുള്ളവരാണെന്ന് വെച്ചാല് നമ്മുടെ നേതാക്കന്മാര്, രാഷ്ട്രീയക്കാരന്മാര്, മന്ത്രിമാര്, പിന്നെ MLA-മാര്, MP-മാര് തുടങ്ങിയുള്ള ആൾക്കാര്, ജനങ്ങളെ ദ്രോഹിക്കുന്നവർ. അവരാരൊക്കെയുണ്ടോ അവർ അത് എല്ലാ പേരും പോകുന്നല്ല, ജനത്തിനെ ദ്രോഹിക്കുന്നു. ജനങ്ങളെ സേവിക്കാമെന്ന് പറഞ്ഞ് അവരെ വോട്ട് വാങ്ങി ജയിച്ച് അധികാര സ്ഥാനത്ത് എത്തിയതിന് ശേഷം അവരെ കാലുമുടക്കി തൊഴിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ചെല്ലുന്നത് ഈ സൂകരമുഖം എന്ന് പറയുന്ന നരകത്തിലാണ്. അവിടെ കരിമ്പ് ചതയ്ക്കും പോലെ ഈ ആൾക്കാരെ യമദൂതന്മാരിട്ട് ചാടിച്ച് ചതച്ച് ചണ്ടിയാവും നമ്മുടെ ശരീരം, ഈ യാതന ശരീരം. വീണ്ടും അത് പഴയതുപോലെ ആവും, വീണ്ടും എടുത്തിട്ട് അടിയോടടി. ഇതാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ അന്തകൂപം. അന്തകൂപം എന്ന് പറയുന്നത് എന്താണ്? സാധുക്കളെ, ഭക്തന്മാരെ, സന്യാസിമാരെ, അവരെയൊക്കെ പറ്റിക്കുന്നവര്, ദ്രോഹിക്കുന്നവര്, വേദനിപ്പിക്കുന്നവര്. കാരണം ഇവരെല്ലാം നിഷ്കളങ്കരാണ്. അപ്പൊ അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ളവരെ ഈ പറ്റിക്കുന്നവര് എന്ത് ചെയ്യും? പാറ്റ, പാമ്പ്, തേള്, പഴുതാര ഇങ്ങനെയൊക്കെ നിറഞ്ഞ ഒരു കിണറുണ്ട് അവിടെ. ആ കിണറ്റിലേക്ക് കൊണ്ട് തള്ളും. അവിടെ കടന്ന് ഇതിന്റെ എല്ലാം കടികൾ കൊണ്ട് ശരീരം മൊത്തം മുറിഞ്ഞ് ചോര വാർന്ന് ഇങ്ങനെ കിടക്കും. അതിന് എത്ര കാലം കിടക്കണോ അത്രയും കാലം അവിടെ തന്നെ കിടന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ കൃമി ഭോജനം. അവിടെ ദേവപൂജ, ഭഗവാന്റെ സേവനം, അതിഥി പൂജ ഇതൊന്നും ചെയ്യാതെ തന്റെ കാര്യം മാത്രം നോക്കി ഒരാൾക്ക് പോലും ഒരു സഹായം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അവരാരെ ദ്രോഹിക്കില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിലെ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് കൂടി വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സമ്പത്തുള്ളവരെ. അപ്പൊ ആ പൈസ ഭഗവാന്റെ സേവനത്തിന്, ഭക്തന്മാരുടെ സേവനത്തിന്, പാവങ്ങളെ സേവിക്കാനായിട്ട്, അന്നദാനം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കാൻ. അല്ലാതെ എല്ലാം ഇങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയതെല്ലാം കൊള്ളയടിച്ച് മക്കൾക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സ്വാർത്ഥപരമായ ഒരു ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, കൂടാതെ അതിഥി പൂജ ചെയ്യാത്തവര്, ഒരാളെ പോലും വീട്ടിൽ വിളിച്ച്
വരുത്താത്തവർ, വീട്ടിൽ കയറ്റിയ ഇരിക്കാൻ പറയാത്തവര്, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവര്, ഉച്ചയ്ക്ക് വന്നാൽ ആഹാരം കൊടുക്കാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് കൃമിഭോജനം എന്ന് പറഞ്ഞ സ്ഥലത്തിലെല്ലാം അവിടെ കൃമികൾ അവരെ തീർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പുഴുക്കൾ പോലത്തെ സാധനങ്ങൾ വന്ന് ഇങ്ങനെ ശരീരം മൊത്തം കടിച്ച് മുറിച്ച് തിന്ന് തീർക്കും. വീണ്ടും ഈ ശരീരം വീണ്ടും വരും, വീണ്ടും കടിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞാൽ സപ്തമൂർത്തി എന്ന് പറയുന്ന നരകത്തിൽ എന്താണ്? സ്വർണം, പണം ഇവയെല്ലാം മോഷ്ടിക്കുന്ന ആൾക്കാരെ ഇരുമ്പ് കൊണ്ടുള്ള അഗ്നി കൊണ്ട്, ആൾറെഡി ഇരുമ്പ് എന്ന് പറയുമ്പോൾ ചുറ്റും ഭയങ്കര തിളച്ചുമായി, അതിന്റെ കൂടെ അഗ്നിയും കൂടെ ഉള്ള അഗ്നികുണ്ഡത്തിലേക്ക് തള്ളണം. അവിടെ ദേഹമെല്ലാം പൊളിഞ്ഞ് പൊട്ടി ചെതറി ഇങ്ങനെ ഉരുകി ഇങ്ങനെ കിടക്കും. വീണ്ടും ഇയാളെ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ശൽമലി, അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ അന്യന്റെ ഭാര്യയെ അല്ലെ അന്യന്റെ ഭർത്താക്കളെ സ്വീകരിക്കുന്നവര്, അവരെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഓപ്പോസിറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ പുരുഷനെ സ്ത്രീയുടെ ഒരു ശരീരം അവിടെ ഇരുമ്പിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സ്ത്രീകൾക്ക് പുരുഷന്റെ ഒരു ശരീരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് സെക്സ് ചെയ്യിക്കും. അത് ഇങ്ങനെയാണ്, ചുമ്മാ ഇരുമ്പിലല്ല, തിളച്ചു മറിയുന്ന ശരീരമാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഉരുകി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവിടെ കിടന്ന് ഇത് തന്നെ അനുഭവിച്ചുകൊണ്ട് കിടക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അടുത്ത വജ്രകണ്ടകശാലി എന്ന് പറയുന്ന നിരപരാധികളായ മൃഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടു, എവിടെയാണ്? കുംഭിഭാഗത്തിൽ കണ്ടതുപോലെ തന്നെ വജ്രകണ്ടകശാലി എന്ന് പറയുന്ന അവിടെയും ഈ പറയുന്ന മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നവരെയും മൃഗങ്ങളെ വേദനിപ്പിക്കുന്നവര് ഒക്കെയാണ്. അപ്പൊ ഞാൻ നേരത്തെ 2-3 നരകങ്ങൾ ഈ നോൺ വെജിറ്റേറിയൻകാർക്കുണ്ട്. അതിൽ ഒരു നരകം കൂടി വന്നിട്ടുണ്ട്, വജ്രകണ്ടകശാലി. അവർക്ക് ഇവിടെയും പോകാം, അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. അങ്ങനെ അവിടെ എന്താണ് സംഭവം? അവിടെ വജ്രസൂചികൾ തുള്ളെന്ന് പറഞ്ഞ തൂണിൽ ഇവരെ കൊണ്ട് അടിച്ച് ചതച്ചങ്ങ് വയ്ക്കും. വീണ്ടും പൊത്തുവെന്ന് പറഞ്ഞ് താഴെ വീഴും, വീണ്ടും എടുത്ത് അടിച്ച് ചതച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വൈതരണി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു നദിയാണ്. രക്തം, കഫം, പിത്തം, മലം, മൂത്രം ഇതൊക്കെ നിറഞ്ഞ നദി. കൂടാതെ എന്താ പറയാ, നമ്മുടെ മുതല, തേള്, പാമ്പ് ഇതെല്ലാം അതിനകത്തുണ്ടാവും. അതില് ഈ ദാനങ്ങൾ ചെയ്യാത്തവരെ ഈ നരകത്തിലാണ് പ്രത്യേകിച്ച് കൊണ്ടു തള്ളുന്നത്. പിന്നെ ഭൂയോദകം, ഉത്തരവാദിത്തം മറന്ന്, സാമൂഹ്യ മര്യാദ മറന്ന് തോന്നിയപടി ജീവിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആരെയും അനുസരിക്കില്ല, ആര് പറയുന്നത് കേൾക്കില്ല, തന്നെ ഇഷ്ടം പോലെ ജീവിക്കുക. വീട്ടുകാരെയും നാട്ടുകാർക്കൊക്കെ ശല്യമായിട്ട് ദുരിതമായിട്ട് മാറുന്ന ചില വ്യക്തികളുണ്ട്. അവരെയൊക്കെ രക്തം മലം നിറഞ്ഞ കിണറ്റിലാണ് കൊണ്ടു തള്ളുന്നത്. അവർക്ക് പറഞ്ഞിട്ടുള്ള കാലാവധി വരെ അവിടെ കണക്കാം. പിന്നെ പ്രാണരോധം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് അത്ര ബാധകമല്ല. കാരണം വണ്ടിക്കാളകളെയൊക്കെ ഉപദ്രവിക്കുന്ന അവർക്കാണ്, അല്ലെങ്കിൽ നിലമുഴുന്ന കാളകളെ ഉപദ്രവിക്കുന്നവര്, മൃഗങ്ങളെ സമയത്തിന് ആഹാരം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നായാട്ട് നടത്തുന്നവര്, അവരെ ഇങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവരെയൊക്കെ കൊണ്ടു തള്ളുന്നതാണ് പ്രാണരോധം എന്ന് പറയുന്ന നരകം. അവിടെ നമ്മുടെ ഈ പറയുന്ന രാജാവിന്റെ സേവകർ വന്നിട്ട് ഇയാളുടെ അവയവങ്ങൾ ഇങ്ങനെ മുറിച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കും. കൈ, കാല്, ഇങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ മുറിച്ച് തള്ളിക്കൊണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. വിശ്വസനം എന്ന് പറയുന്ന മറ്റൊരു നരകത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് പോകാൻ സാധ്യതയുള്ള മറ്റൊരു നരകമാണ് വിശ്വസനം. പണക്കൊഴുപ്പ് കൊണ്ട് പണ്ടൊക്കെ നമുക്ക് യാഗങ്ങളൊക്കെ നടത്തുമായിരുന്നു. ഒരു ആവശ്യമില്ലാതെ ജീവികളെയൊക്കെ പിടിച്ച് ചുമ്മാ കൊല്ലുക. ആദ്യത്തെ കാലങ്ങളിൽ അത് ഭഗവാന്റെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ പിൽക്കാലത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ബ്രാഹ്മണർ ഈ പറഞ്ഞ യാഗ കർമാദികൾ ചെയ്തിരുന്നു. അങ്ങനെ യാഗം ചെയ്യുന്ന ആൾക്കാർക്ക്, ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടി കൊണ്ടു തള്ളുന്ന സ്ഥലമാണ് ഈ പറയുന്ന വിശ്വസനം. മറ്റൊരു നരകം നോൺ വെജിറ്റേറിയൻകാർക്കുള്ള ചമ്മട്ടിയാടി. അവിടെ ഭീകരമായ മറ്റ് എന്തൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ട് അതെല്ലാം ശിക്ഷകളും അവർ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് വിശ്വസനം. അത് കഴിഞ്ഞ് ലാലാപക്ഷം എന്ന് പറയുമ്പോൾ ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു നരകമാണ്. അടി, വെട്ടുകുത്ത്, ഇങ്ങനെയുള്ള ഭീകരമായ വെള്ളവും ആഹാരം ഒന്നും കൊടുക്കാണ്ട് ഇട്ട് കഷ്ടപ്പെടുത്തുന്ന നരകമാണ്. അടുത്ത സാരമയാസനം, വീടിന് തീവയ്ക്കല്, ഭീകരാക്രമണം, ബോംബ് സ്ഫോടനം, ഈ പറയുന്ന കെട്ടിടങ്ങളിൽ ഫ്ലൈറ്റ് കൊണ്ട് കയറ്റി ആയിരക്കണങ്ങളെ കൊല്ലുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തുന്നവരെ കൊണ്ടു തള്ളുന്ന സ്ഥലമാണ്. അവിടെ പട്ടികളുടെ ഒരു വലിയ ഒരു ശേഖരമുണ്ട്. അവിടെ ആയിരക്കണക്കിന് പട്ടികളുണ്ട്. ആ പട്ടികളുടെ അടുത്തേക്ക് അങ്ങ് തുറന്നു വിടും. പട്ടികൾ ഓട്ടിച്ചിട്ട്
കടിച്ചു പറിക്കും ഇവരെ ഒക്കെ. അങ്ങനെ അവിടെ കടന്ന് പട്ടികളുടെ മലവും ഇതിന്റെ ഇടയിൽ, മൂത്രത്തിന്റെ ഇടയിൽ കടന്ന് പെടഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഇയാൾ ബോധം വരുമ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്യും, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സാരമേയാസനം. അത് കഴിഞ്ഞ് അബീജി, കള്ളസാക്ഷ്യം പറയല്, അസത്യം പറയുന്നവര്, ആൾക്കാരെ കള്ളം പറഞ്ഞ് ചതിക്കുന്നത്, ഇന്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്ക് 1 കോടി രൂപ വന്ന് കിടപ്പുണ്ട്, 15,000 രൂപ അതിന് ടാക്സ് അടയ്ക്കണം, അത് അടച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ വലിയ ബാങ്കിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ ചതിക്കുന്ന ഒരു പ്രവണത ഇക്കാലത്തുണ്ട്. ആഫ്രിക്കയിലും മറ്റുമുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലും മറ്റുമുള്ള ചില ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. അങ്ങനെയൊക്കെ ഇന്റർനെറ്റ് വഴിയും മറ്റുമൊക്കെ ആൾക്കാരെ ദ്രോഹിക്കുന്ന, ഇതുപോലെ കൊള്ളയടിക്കുന്ന ആൾക്കാരെല്ലാം ഈ പറയുന്ന കള്ളസാക്ഷ്യം പറയുന്നവര്, അസത്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ പറയുന്ന അബീജി എന്ന നരകത്തിലേക്ക് പോകാം. 100 യോജന ഉയരത്തിലുള്ള ഒരു കുന്നിൽ നിന്ന് ഇവരെ അഗാധമായ ഗർത്തത്തിലേക്ക് വലിച്ചെറിയും. എറിഞ്ഞ് ചെതറും, തറയെ വീണ് ചെതറും, വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് മുകളിൽ നിന്ന് വീണ്ടും എറിയും. ഇങ്ങനെ എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. ആര്? നമ്മുടെ യമകിങ്കരന്മാർക്ക്. അവർക്ക് ഒരു ടൈം പാസ്. അങ്ങനെ അതാണ് അവിടുത്തെ നരകത്തിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് അയപാനം എന്നുള്ള നരകത്തിൽ പറയുന്നത് മദ്യപാനികൾക്ക് വേണ്ടിയുള്ള നരകമാണ്. അവർക്ക് ഇനി അവരെ ഒഴിവാക്കിയെന്ന് ആരും പരാതി പറയരുതെന്ന് വിചാരിച്ച് അവർക്കൊരു നരകമുണ്ട്. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, വളരെ വളരെ ലളിതമായ ശിക്ഷയാണ്. ഇരുമ്പിനെ ഉരുക്കി ഇങ്ങനെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സുഖമായിരിക്കും. ഇങ്ങനെ പടച്ച് ബോധമറ്റ് പോകും. വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ആവർത്തിച്ച് ചെയ്യുന്ന സ്ഥലമാണ് അയപാനം. അത് കഴിഞ്ഞാൽ ക്ഷാരകർദ്ദമം എന്ന് പറഞ്ഞാൽ ഈ തള്ളിന്റെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ത്തല്. ഞാൻ എന്തൊക്കെയാണ്, ഞാൻ അവിടെ പട്ടാളത്തിരുന്നപ്പോ 10 പാകിസ്ഥാനികളെ ഒറ്റ വെടിക്ക് കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവൻ നാട്ടിൽ പോലും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറെ വരുമ്പോഴേ നമുക്കറിയാം ഇനി വരാൻ പോണേന് കേൾക്കാൻ പോണ അത്രയും കുറെ കള്ളങ്ങളാണ് എന്ന് നമുക്കറിയാം. ചില വ്യക്തികൾ അങ്ങനെയുണ്ട്. എപ്പോഴും ചുമ്മാ ഒരാവശ്യമില്ലെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കള്ളങ്ങൾ സ്വയം തള്ളി മറിക്കുന്ന അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്ന ആൾക്കാരെ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് ആഠ്യത്വം, ജാതി പറച്ചില്, പിന്നെന്താണ് അഹങ്കാരം നിറഞ്ഞ വർത്താനങ്ങൾ. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ, എന്റെ സ്വഭാവം കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കെല്ലാം തല കീഴായിട്ട് കെട്ടിയിട്ടിട്ട് അടിയോടടിയാണ് അവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ രക്ഷോപക്ഷം എന്ന് പറയുന്ന ഒരു നരകമുണ്ട്. നരബലി, ഇന്ന് അത്രത്തോളം നരബലി പണ്ടത്തെ അത്ര ഇല്ല, എങ്കിലും അപൂർവമായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് കേൾക്കാം. ഈ നരബലിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന അവരെയൊക്കെ കൊണ്ടു തള്ളുന്ന സ്ഥലമാണ്. അവിടെ വെട്ടിയും കുത്തിയും ക്രൂരമായിട്ട് ഇവർ കൊന്നിട്ട് വീണ്ടും ബോധം വന്ന് എണീക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ അവസ്ഥ. ഇങ്ങനെ ഇത്ര കാലം പറഞ്ഞിട്ടുണ്ടോ അത്രയും കാലത്ത് ഇങ്ങനെ വെട്ടിക്കുത്തി കൊന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ശൂലപ്രോധം എന്ന് പറയുന്ന നരകമാണ്. അത് ചതിയന്മാരും വിശ്വാസവഞ്ചകര് ഇവരെയൊക്കെ ഈ ശൂലത്തിൽ കുത്തി നിർത്തി ഇങ്ങനെ കിടക്കും. അവിടെ തളർന്ന് ദാഹിച്ച് തളർന്ന് ഇയാളെ ഇങ്ങനെ കിടക്കും. ബോധമറ്റ് പോകുമ്പോഴേക്കും വീണ്ടും എടുത്തിട്ട് കുത്തും, വീണ്ടും ഇങ്ങനെ കിടക്കണം. അങ്ങനെ കാലം കഴിയണം. അടുത്തത് ഈ നോൺ വെജിറ്റേറിയൻ വീണ്ടും ഒരു നരകം വരുന്നുണ്ട്. അതിന്റെ പേരാണ് ദന്തശൂകം. അത് ജീവികളെയും മനുഷ്യരെയും വെറുതെ ഒരു കാര്യമില്ലാതെ ജീവികളെ കൊല്ലുന്നവര്, മനുഷ്യരെ കൊല്ലുന്നവര് ഒക്കെ അവരെ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് ദന്തശുകം. നമ്മുടെ ഹിംസ്രമൃഗങ്ങൾ, സിംഹം, കടുവ, പുലി തുടങ്ങിയുള്ള ഹിംസ്രമൃഗങ്ങൾ ഇവരെ ഓട്ടിച്ചിട്ട് കടിച്ച് പിടിച്ച് മുറിച്ച് കരച്ച് തിന്നു കഴിയുമ്പോഴേക്ക് വീണ്ടും ഈ ശരീരം ഒന്നേന്നുണ്ടാവും. വീണ്ടും മൃഗങ്ങൾ കാണും, വീണ്ടും മൃഗങ്ങൾ ഓട്ടിക്കും, വീണ്ടും മൃഗങ്ങൾ പിടിച്ച് കടിച്ച് മുറിച്ച് തിന്നും, വീണ്ടും ഇയാൾ പുറത്തേക്ക് വരും, വീണ്ടും ഇങ്ങനെ ഇത് തുറന്നുകൊണ്ടിരിക്കും. അടുത്തത് 26ാമത്തെ നരകം എന്ന് പറഞ്ഞാൽ വടാരോധം എന്ന് പറയുന്ന പക്ഷിമൃഗാദികളെ കൂട്ടിലടച്ച് പീഡിപ്പിക്കുന്നവര്, മത്സ്യങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നവര്, മുയലുകളെ, ഈ പറയുന്നത് പോലെ പട്ടികളെ, ഇങ്ങനെ ജീവികളെ സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കെട്ടിയിട്ട് വളർത്തുന്നവർ എല്ലാം, അതെന്ത് പശു ആയിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ജലജീവികളായിക്കോട്ടെ, ശരിക്കും പറഞ്ഞാല് പാരതന്ത്ര്യം ജീവികൾക്ക് മൃത്യുവിനേക്കാൾ ഭയാനകം എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മ മരണത്തെക്കാൾ ഭയാനകമാണെന്നാണ്. ഒരു ജീവിയെയും നമ്മൾ കൂട്ടിലടിച്ച് വളർത്താൻ പാടില്ല. നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ അതിന് സ്വതന്ത്രമായിട്ട് വളർത്തിക്കോളൂ. നമ്മൾ കാരണം
അങ്ങനെ ഒരു ജീവൻ പോലും മരിക്കാനും പാടില്ല. അത് മഹാക്രൂരമായ കർമ്മമാണ്. നമ്മൾ പല ഭക്തന്മാരുടെ വീട്ടിൽ പോകുമ്പോഴും തത്ത മൈനയൊക്കെ വളർത്തുന്നത് കാണാം. നമ്മൾ പറഞ്ഞാൽ അവർക്ക് അത് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറില്ല. പട്ടി വളർത്തുന്നവരുണ്ട്, കെട്ടിയിട്ട് വളർത്തരുത്. പക്ഷി വളർത്തണമെങ്കിൽ നിങ്ങൾ ചിലരൊക്കെ പ്രാവൊക്കെ വളർത്താറുണ്ട്. അവരങ്ങനെ ആകാശത്തൊക്കെ പറന്ന് വിടാനൊക്കെ ഉള്ള ഒരു സൗകര്യം അവർക്കുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ ഇതിനെയൊക്കെ നമ്മളിങ്ങനെ ഒരു കൂട്ടിലിട്ട് വളർത്തിയാലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ അതിനെ തുറന്ന് പറയാൻ പറ്റില്ല. എനിക്ക് വിശക്കണോ, എനിക്ക് വെള്ളം വേണം, എനിക്ക് പഴം വേണം, എനിക്ക് ആഹാരം വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മൾ എന്തെങ്കിലും നമ്മുടെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക പോലും ഇല്ല പലപ്പോഴും. അപ്പൊ അതിന് സമയത്തിന് ആഹാരം കിട്ടില്ല, സമയത്തിന് വെള്ളം കിട്ടില്ല, അതിങ്ങനെ നിലവിളിച്ച് കിടക്കും. അപ്പൊ അത് മഹാപാവമാണ്, നെഗറ്റീവ് എനർജിയാണ്. ആ എനർജി നമ്മളെ തന്നെ പിടികൂടും. ഈ ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ അതിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്ലസ് ആധ്യാത്മിക ഈ പറഞ്ഞ നരകലോകങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് ഭയങ്കര ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. വനപ്രദേശത്ത് എന്താ പറയാ, വിഷം കൊടുത്തും ആയുധത്താലും തീ കുണ്ടത്തിലൊക്കെ എറിഞ്ഞൊക്കെയാണ് അവിടെ ഈ പറയുന്ന ഇങ്ങനെ പക്ഷി ജീവികളെയൊക്കെ ഉപദ്രവിക്കുന്ന കൊല്ലുന്ന ആൾക്കാരെ അവിടെ യമകിങ്കരന്മാര് ശിക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പര്യാവർത്തനകം എന്ന് പറയുന്നതാണ്. അത് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നവര്, വീട്ടിലേക്ക് അതിഥികളായിട്ട് എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ കൊടുത്ത് അവരെ പറ്റിക്കുന്നവര്, ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ ചതിക്കുന്നവരെയൊക്കെ കാക്കകൾ മറ്റും അവരെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കും, കുത്തിവലിക്കും. എന്താ പറയാ, അവരിങ്ങനെ കണ്ണൊന്നും ഇല്ലാതെ അലയും അവിടെ ആ നരകത്തിൽ, കുണ്ടും കുടിയിലൊക്കെ വീണ് ഇങ്ങനെ നടക്കും. അതാണ് പര്യാവർത്തനകം എന്ന് പറയുന്ന നരകം. 28ാമത്തെ നരകം സൂചിമുഖം എന്ന് പറയുന്നതാണ്. അത് പിശുക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പൈസ പോലും ചെലവാക്കാതെ എത്ര കോടികളുണ്ടെങ്കിലും ഈ പറഞ്ഞ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് ഒരു യാത്ര പോകില്ല. അവര് ഭഗവാന് വേണ്ടി ഒരു അമ്പലത്തിൽ എന്തെങ്കിലും ചെയ്യില്ല, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കില്ല. ഇങ്ങനെ പൈസ ഉള്ളവരാണ് കേട്ടോ, പൈസ ഇല്ലാത്തവർക്ക് ഇത് ബാധകമല്ല ഈ പറയുന്നത്. പൈസ ഇല്ലാത്തവർക്ക് ഭഗവാൻ 1 രൂപ കൊടുത്താലും അത് മറ്റേ ആള് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഭഗവാൻ കൽപ്പിക്കും. അവന് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് അവൻ ഇത് കൊടുക്കുന്നത്. മറ്റേ ഇയാൾക്ക് ഇത്രയും ഉണ്ടായിട്ടാണ് ഇയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് പൈസയും സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഒരു തീർത്ഥയാത്ര പോകില്ല, എന്താ പറയാ, പാവങ്ങളെ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാപിയുടെ ശരീരത്തെ കുത്തിയും വെട്ടിയും ഒക്കെ മുറിവേൽപ്പിച്ച് കൊന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ 28 നരകങ്ങൾ ഗരുഡപുരാണത്തിൽ പറയുന്നു. അപ്പോ ഇതെല്ലാം പാപികളാണ്, അവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരാണ് പാപി എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ ഉയർന്നു വരും. ഇതൊക്കെ ശാസ്ത്രം പറയുന്നതനുസരിച്ച് മറ്റ് ജീവജാലങ്ങളോട് ദയവില്ലാത്തവർ, വേദപുരാണങ്ങളെ ഒക്കെ തള്ളി പറയുന്നവര്, ദാനധർമ്മങ്ങൾ നിർവഹിക്കാത്തവര്, സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവര്, കേമത്വം നടിക്കുന്നവര്, അഹങ്കാരത്തിൽ ജീവിക്കുന്നവര്, ജാതി ചിന്ത പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവര്, ഈശ്വര വിശ്വാസം ഇല്ലാത്തവര്, വിഷയത്തിൽ ആസക്തരായവര്, ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിക്കുന്നവര്, അമിതമായ സെക്സിനോട് ഇടകലർന്ന് ജീവിക്കുന്നവര്, ജീവജാലങ്ങളെ കൊന്നു തിന്നുന്നവര്, പാവങ്ങളെ ദ്രോഹിക്കുന്നവര്, അഴിമതി കാണിക്കുന്നവര്, പിശുക്ക് പറയുന്നവര്, കള്ളം സാക്ഷ്യം പറയുന്നവര്, ചതി ചെയ്യുന്നവര്, ഈശ്വരനെയും ഗുരുവിനെയും നിന്ദിക്കുന്നവര്, യുഗധർമ്മം അനുഷ്ഠിക്കാത്തവര്, ഹോമം പൂജ ഇവയൊന്നും ചെയ്യാത്തവര്, മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും സഹായിക്കാത്തവര്, പിന്നെ അങ്ങോട്ട് കയറി ഒരു കുറ്റവും ചെയ്യാത്ത ജനങ്ങളെ ദ്രോഹിച്ചിട്ട് അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവര്, പക്ഷിമൃഗാദികളെ ദ്രോഹിക്കുന്നവര്, ജലാശയത്തെ മലിനപ്പെടുത്തുന്നവര്, അന്തരീക്ഷത്തിന് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കത്തിച്ച് പുകച്ച് മറ്റുള്ള ജീവജാലത്തിനും പ്രകൃതിക്ക് തന്നെ ദോഷം വരുത്തുന്നവര്, പുഴയിൽ മാലിന്യം കൊണ്ട് തള്ളുന്നവര്, ഡ്രെയിനേജ് അടക്കമുള്ള മാലിന്യം കൊണ്ട് തള്ളുന്നവര്, ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന് മൊത്തം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. എന്തായാലും കുറഞ്ഞ പക്ഷെ ഇത്രയെങ്കിലും മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ചെയ്യാണ്ടിരിക്കുക. അടുത്ത ആരാണ് പുണ്യവാൻ എന്ന് നോക്കാം. അത് സത്കർമ്മങ്ങൾ ചെയ്യുന്നവര്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, ഈശ്വര വിശ്വാസികള്, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവര്, ജാതി ചിന്ത പുലർത്താത്തവര്, പരോപകാരികളായിട്ടുള്ളവര്, സത്യസന്ധത പുലർത്തുന്നവര്, പരിശുദ്ധി കീപ്പ് ചെയ്യുന്നവര്, എളിമത്വം ജീവിക്കുന്നവര്, ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്തവര്, പാവങ്ങളെ മാക്സിമം സഹായിക്കുന്നവര്, ദാനങ്ങള്, ധർമ്മങ്ങള്, പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം ഉള്ളവര്, അനാഥരെ, അശരണരെ ഒക്കെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിവുള്ളവര്, ഈശ്വരാബോധം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവര്,
വിശന്നവർക്ക് വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാം പുണ്യവാന്മാര്. ഇവരെല്ലാം സ്വർഗലോകത്തേക്കാണ് പോകുന്നത്. അവരൊന്നും ഭഗവാന്റെ അടുത്തേക്കല്ല. അത് മനസ്സിലാക്കുക. പുണ്യം ചെയ്താൽ എന്താ പറ്റുന്നത്? സ്വർഗലോകത്തേക്കാണ് പോകുന്നത്. പാപം ചെയ്താൽ നരകലോകത്തിലേക്ക്. അപ്പോ പിന്നെ ആർക്കാണ് ഭഗവാന്റെ ധാമം എന്ന് വെച്ചാല് ഇത് രണ്ടുമല്ല. എന്താ പറയുക, സുഹൃത കർമ്മങ്ങൾ. അതെന്താണ്? ഈ പറയുന്ന പുണ്യം നമുക്ക് സ്വർഗം തരും, പാപം നമുക്ക് നരകം തരും. പക്ഷെ സുഹൃതം നമുക്ക് തരുന്നത് ഭഗവാന്റെ ധാമമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മളിപ്പം ചെയ്ത പുണ്യങ്ങളെല്ലാം തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ ഇതെല്ലാം സുഹൃതമായി. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അന്നദാനം നടത്തുന്നത് പുണ്യപ്രവൃത്തിയാണ്, അല്ലേ? രക്തദാനം നടത്തുന്ന പുണ്യപ്രവൃത്തിയാണ്, വിദ്യാദാനം നടത്തുന്ന പുണ്യപ്രവൃത്തിയാണ്. എല്ലാ ദാനധർമ്മങ്ങളും കർമ്മമാണ്. അതെല്ലാം പുണ്യം തരുന്നതാണ്. അതുപോലെ ഏത് കാര്യങ്ങളും നമുക്ക് പുണ്യ പ്രവൃത്തികൾ നമുക്ക് ഇവിടെ ചെയ്യാം. അതിനെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ അന്നദാനമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അന്നദാനം ഭഗവാന് വേണ്ടി ഈ പറയുന്ന ഉള്ളി, വെളുത്തുള്ളി, സവാള, ഇറച്ചി, മീൻ ഇതെല്ലാം ഒഴിവാക്കി നിങ്ങൾ ഭഗവാന് വേണ്ടി ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ച് പ്രസാദമാക്കി കൊടുത്താൽ അത് പുണ്യവുമല്ല പാവവുമല്ല, മറിച്ച് അത് സുഹൃതമായിട്ട് മാറും. അങ്ങനെയുള്ള കർമ്മങ്ങൾ ഭഗവാനെ സെന്ററിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് എന്തും സുഹൃതമാണ്. അങ്ങനെ സുഹൃതം ചെയ്തവർക്കാണ് ഭഗവത് ധാമം പറഞ്ഞിട്ടുള്ളത്. പുണ്യവാന്മാര് സ്വർഗീയ ലോകങ്ങളിലാണ് പോകുന്നത്. സ്വർഗം അടക്കമുള്ള ഉപരിലോകങ്ങളുണ്ട്. അവിടെ നമുക്ക് പോയാൽ ധാരാളം ഭൗതികമായി സുഖങ്ങൾ കിട്ടും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്ഷീണെ പുണ്യ മർത്യലോകം വിശന്തി എന്നാണ്. നമ്മൾ ഇപ്പം അധ്വാനിച്ച് കുറെ പൈസ ഉണ്ടാക്കി നമ്മൾ ബാങ്കിലിട്ടു. ആ ബാങ്കിലുള്ള പൈസ എടുത്ത് നമ്മൾ ചെലവാക്കി അങ്ങനെ സുഖിച്ച് കഴിയുന്നു. ഒരു സുപ്രഭാതത്തിൽ ബാങ്കിൽ അക്കൗണ്ട് കാലിയാവും, 0 ബാലൻസിലേക്ക് എത്തും. അപ്പോൾ എന്ത് പറ്റും? പിന്നെ നമുക്ക് എടുക്കാൻ പൈസയില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വീണ്ടും പാവപ്പെട്ടവനായിട്ട് മാറും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പുണ്യം എന്താ പറയാ ക്ഷയിക്കുമ്പോൾ നമ്മൾ വീണ്ടും പുണ്യ മർത്യലോകം വിശന്തി. മർത്യലോകം വെച്ചാൽ മനുഷ്യലോകം, ഭൂമിയിലേക്ക് വന്ന് പതിക്കും. അതുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്തവർക്ക് ഒരു പരിധി വരെ സൂഹിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഭക്തനായിട്ട് ജീവിച്ചാൽ, ഭഗവാനുമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പുണ്യപ്രവൃത്തിയും ചെയ്യാം. പക്ഷെ എല്ലാത്തിലും ഭഗവാനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ദാനം അവൻ പൈസ വാങ്ങിച്ച് അവൻ കള്ളു കുടിക്കില്ലെന്നെങ്കിലും കുറഞ്ഞ പക്ഷെ നമ്മൾ ഉറപ്പാക്കുക. നമ്മൾ പൈസയും കൊടുത്ത് അയ്യോ പാവം അത്തപ്പാടി അവൻ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. ആ പൈസയും കൊണ്ട് നേരെ പോണ എവിടെ ആയിരിക്കും? ബിവറേജിന്റെ അവിടെ ചെന്ന് ഒരു ചെറിയ എന്താ പറയാ സ്മാളോ ലാർജോ എന്തൊക്കെ പറയും അതൊക്കെ മേടിച്ച് കൊണ്ടുപോയി കുടിച്ച് ഒരു മുട്ടയും ഓംലേറ്റും അടിച്ച് അങ്ങനെ 10 പേരെ തെറിയും വിളിച്ച് 5 പേരെ 2 അടിയും വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് കലവും ചട്ടിയൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് വീട്ടുകാരെയും ദ്രോഹിച്ച്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? നമ്മൾ പൈസ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ആ കൊടുത്ത പൈസ അത് ശരിയായ വഴിക്ക് തന്നെ പോകുമെന്ന് ഉറപ്പാക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അടുത്ത കടയിൽ നിന്ന് ഒരു ബ്രെഡ് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 1 കിലോ പഴം വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കാശിന് എത്രയാണോ അത് വാങ്ങിച്ച് അതിനുള്ള പൈസയല്ല, അതിനുള്ള സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഈ ടെൻഷൻ ഇല്ലെങ്കിൽ നിങ്ങളും ഇതിൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരാം. അപ്പോൾ ഇതാണ് പുണ്യവാന്മാര്. ഇനി അടുത്ത ആരാണ്? ഭക്തന്മാര് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഭക്തന്മാരെന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കാണുന്നവരാണ്. എല്ലാം ഈശ്വരന്റെ അംശമാണ്. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ അതിനെ കൊല്ലാനേ തോന്നത്തില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ അംശമാണെന്ന് തോന്നുന്ന ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് ഈ നോൺ വെജിറ്റേറിയനിൽ നിന്ന് തന്നെ പുറകോട്ട് പോകാൻ പറ്റും. പിന്നെന്താണ്? കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ജപിക്കണം, വായിക്കണം, പുരാണങ്ങളൊക്കെ വായിക്കണം. യുഗധർമ്മം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്, അപ്പൊ അത് ജപിക്കണം. പിന്നെ ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കാതെ സമ്പാദ്യത്തിൽ കുറച്ചൊക്കെ നമ്മൾ ഭഗവത് സേവനത്തിനൊക്കെ ഉപയോഗിച്ച് യമനിയമങ്ങളൊക്കെ പാലിച്ച് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഭാഗവതം ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്യണം. ഭഗവത്ഗീതഗ്രഹമോ സാളഗ്രാമോ അല്ലെങ്കിൽ കോട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് വീട്ടിൽ ആരാധിക്കാം. വിഷ്ണു തത്വങ്ങളെയൊക്കെ ആരാധിക്കുന്നവര് തുളസി പൂജ, ഗോപൂജ ഇതൊക്കെ ചെയ്യാം. പറ്റുമെങ്കിൽ കൃഷ്ണപ്രസാദം കഴിക്കാം. ഇങ്ങനെ ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാതെ വലിയ ദോഷമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരെല്ലാം ഭക്തന്മാരാണ്. അവരെല്ലാം വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകും. അടുത്തതാണ് പരിശുദ്ധ ഭക്തർ. ഈ ഭക്തരിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ആണ് പരിശുദ്ധ ഭക്തർ. പരിശുദ്ധ ഭക്തർ എങ്ങനെയായിരിക്കും? അവര് ജീവിതകാലം മുഴുവൻ അവര് ഒരു കൃഷ്ണാബോധത്തിൽ തന്നെയായിരിക്കും. ഒരു സ്വന്തം ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിച്ചവരായിരിക്കും.
അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. അച്ഛൻ, അമ്മ, മക്കള്, സഹോദരങ്ങൾ അങ്ങനെ എങ്ങനെയൊന്നുമില്ല. അവര് പൂർണ്ണമായിട്ട്, അവർ ഗൃഹസ്ഥനാണെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ടും 24 മണിക്കൂറും കിട്ടുക മാക്സിമം അവർ ഭഗവാന്റെ നാമജപത്തിലും ഭഗവാന്റെ സേവനത്തിലും തൻ്റെ ശരീരം കൊണ്ട്, തൻ്റെ മനസ്സുകൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ സമ്പത്ത് കൊണ്ട്, തൻ്റെ ചിന്തകൾ കൊണ്ട് എല്ലാം സമയത്തും ഭഗവാനെ എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ 24 മണിക്കൂറും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നവർ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക, ഭക്തന്മാരെ സഹായിക്കുക, സത്സംഗത്തിൽ മുഴുകുക, അമ്പലങ്ങളിൽ സേവനം ചെയ്യുക, എന്തിലും ഭഗവാനെ കാണാണ്ട് അവർക്ക് ഒന്നുമില്ല. ആ രീതി ഭഗവാന് വേണ്ടി, അതിപ്പോ നരകത്തിൽ പോകാൻ പറഞ്ഞാൽ അതിനും അവർ തയ്യാറായിരിക്കും. നമുക്കറിയാം ഭാഗവതത്തിൽ ഒരിക്കല് നാരദ മുനി കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും വലിയ ഭക്തരാരെന്ന് ചോദിക്കുമ്പോൾ അത് ഗോപസ്ത്രീകളാണെന്ന് പറയും. അപ്പോൾ നാരദ മുനിക്ക് സംശയം, ഇവരെല്ലാം ഇങ്ങനെ കാലി മേച്ചു കിടക്കുന്ന ഈ പെണ്ണുങ്ങളാണോ അത്ര വലിയ ഭക്തർ? അപ്പോ ഇല്ല നാരദ, അങ്ങനെയല്ല, നീ അവരുടെ ഭക്തി നിനക്ക് അറിയില്ല എന്ന് പറയും. അപ്പോ പറയും, എന്താ തെളിയിക്കാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ എനിക്ക് എനിക്ക് ഭയങ്കര തലവേദനയാണ്, എൻ്റെ തലവേദന മാറണമെങ്കിൽ ശുദ്ധഭക്തരുടെ പാദങ്ങളിലുള്ള ആ എന്താ കാലിലെ പൊടി അതിങ്ങനെ കൊണ്ട് വെള്ളത്തിൽ കുഴച്ച് എൻ്റെ നെറ്റിയിൽ പുരട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് നീ ആദ്യം ഭക്തന്മാരുടെ അടുത്ത് പോകൂ, അത് കഴിഞ്ഞ് നിങ്ങൾ ഗോപസ്ത്രീകളുടെ അടുത്ത് പോകും, യോഗികളടുത്ത് എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ അവസാനം ഗോപസ്ത്രീയുടെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ നാരദൻ ഈ പറയുന്ന യോഗികളടുത്ത് പോയി, അയ്യോ ഭഗവാന്റെ തലയിൽ ഇടാൻ എൻ്റെ പാദത്തിലെ പൊടിയാ, അയ്യോ എന്ത് മഹാഭാവം നാരദ, എനിക്ക് ഇങ്ങനെ കേൾക്കുന്നത് പോലും പറ്റില്ല എന്ന് പറയും. അടുത്ത ഭക്തരെടുത്ത് പോകും. ഭക്തരെടുത്ത് ചെല്ലുമ്പോൾ അവരും പറയാം, അയ്യോ പിന്നെ ഈ പറയുന്ന പിന്നെ ഭഗവാന്റെ നെറ്റിയിൽ എൻ്റെ കാലിലെ പാദം ഇടാനോ പാദത്തിലെ പൊടി ഇടാനോ അത് ഒരിക്കലും ഞാൻ ചിന്തിക്കാൻ വയ്യ, ഞാൻ നരകത്തിൽ പോകും, അത്രയും ക്രൂരമായ കർമ്മമാണ് അത്, എനിക്ക് പറ്റില്ല എന്ന് സാധാരണ രീതിയിലുള്ള ഭക്തർ പറയും. അപ്പൊ അത് കഴിഞ്ഞ് ഗോപസ്ത്രീകളുടെ അടുത്ത് ചെല്ലും. അപ്പൊ ഗോപസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഭഗവാൻ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഭഗവാൻ തലവേദന കൊണ്ട് അവിടെ കടന്ന് കഷ്ടപ്പെടണം, അയ്യോ എൻ്റെ ഭഗവാൻ എന്ത് പറ്റി, അങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് തലവേദന വന്നുപോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ മരുന്ന് എന്തെങ്കിലും കൊടുത്തോ? മരുന്ന് കൊടുക്കണമെങ്കിൽ അത് വല്ലാത്തൊരു മരുന്നാണ്. എന്താ മരുന്ന്? അതിങ്ങനെ നിങ്ങളുടെയൊക്കെ പാദത്തിലുള്ള ഭക്തന്മാരുടെ പാദത്തിലുള്ള മണ്ണ് കുഴച്ചിട്ടാലേ മാറത്തുള്ളൂ എന്നാണ് ഭഗവാൻ പറയണത് എന്ന്. അയ്യോ അങ്ങനെയാണ്, എന്നാ പിന്നെ ഇതാ നിങ്ങൾ തന്നുള്ളൂ, എത്ര പൊടി വേണമെങ്കിലും തരാം. അപ്പം നാരദൻ ചോദിച്ചാൽ, അതിന് നിങ്ങൾക്ക് അതിന്റെ പാവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇത് ക്രൂര കർമ്മമല്ലേ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകില്ലേ? നരകത്തിലോ എവിടെ വേണോ പോട്ടെ, ഞങ്ങൾ എത്ര നരകത്തിൽ പോകാൻ തയ്യാറാണ്, എൻ്റെ ഭഗവാന് ഒരു വേദന ഉണ്ടാവരുത്, വിഷമം ഉണ്ടാവരുത്, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈ ഗോപസ്ത്രീകൾ പറയും. അപ്പോഴാണ് നാരദ മുനിക്ക് മനസ്സിലാവുന്നത് ഇത്രമാത്രം ഉയർന്ന തലത്തിലാണ് അവരുടെ ഭക്തി. അവർക്ക് നരകത്തിൽ ഭഗവാനെ വേണ്ടി നരകത്തിൽ പോകാൻ പോലും അവർക്കൊരു വിഷമമോ ബുദ്ധിമുട്ടോ ഇല്ല. അപ്പൊ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഭഗവാന് വേണ്ടി ജീവിക്കുന്നവര്, ഭഗവാൻ എന്ന് പറയുന്ന ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഭഗവത് സേവനം ചെയ്ത് ജീവിക്കുന്നവരും മുഴുവൻ സമ്പാദ്യവും ഭഗവാന് വേണ്ടി വിനിയോഗിക്കുന്നവര്, വ്യക്തിരൂപത്തിൽ മനസ്സുറപ്പിച്ച് ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും ഭഗവാനെ ആരാധിക്കുന്നവര്, എല്ലാ ജീവജാലങ്ങളും സമഭാവന കാണിക്കുന്നവര്, പൂർണ്ണമായ ഇന്ദ്രിയ നിയന്ത്രണത്തിൽ മുഴുകുന്നവര്, സർവ്വജീവികളിലുടെയും നന്മ കാംക്ഷിക്കുന്നവര്, ഒന്നിലും അമിതമായിട്ട് സന്തോഷിക്കുകയോ അമിതമായിട്ട് ദുഃഖിക്കുകയോ ചെയ്യില്ല. കാരണം എല്ലാം എൻ്റെ മുൻജന്മ കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്ത, ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ച് ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവന, ചുരുക്കി പറഞ്ഞാൽ പെറ്റ് വീണ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയായിരിക്കും അങ്ങനെയുള്ള ആത്മാക്കൾ, പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിനോടും ഒരു അമിതമായ ആസക്തിയോ ഒന്നിനോടും ദേഷ്യമോ ഒന്നിനോടും ഭയങ്കരമായ സ്നേഹമോ, അതിന് മുല കുടിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം, ആ ഒരു നിഷ്കളങ്ക ഭാവം ഒരു ജീവിയോടും ഒരു പ്രത്യേക മമതയോ ഒരു പ്രത്യേക വിദ്വേഷമോ ഇല്ലാത്ത ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും ഈ പരിശുദ്ധ ഭക്തരെന്ന് പറയുന്നത്. അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടാകില്ല. ഈ പരിശുദ്ധ ഭക്തർക്ക് അസത്ത് സംഘത്തിൽ നിന്നും അവർ പൂർണ്ണമായും മുക്തരായിരിക്കും. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരായിരിക്കും. പൂർണ്ണമായ കൃഷ്ണാബോധത്തിൽ മുഴുകിയിരിക്കും. പിന്നെന്താണ്, സദാ സംതൃപ്തനായിരിക്കും. അവർക്ക് ഒന്നിനോടും ഒരു പരിഭവമോ പരാതിയോ എന്താണോ അന്നത്തെ ദിവസം ഭഗവാൻ എനിക്ക് തരാൻ ഉദ്ദേശിച്ചത് അത് തന്നോട്ടെ എന്നോ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായിരിക്കും.
നാശരഹിതമായ ഭക്തിയുത സേവന മാർഗം പിന്തുടർന്ന് ഭഗവാന്റെ ചിന്ത ആ ബോധമണ്ഡലത്തിൽ ഇങ്ങനെ നിറച്ചു വച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് സമയം മരണം വന്ന് വിളിച്ചാലും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് കഴിയും. അവരാണ് പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ അർഹതയുള്ളത്. അപ്പൊ മറ്റുള്ള ഭക്തര്, സാധാരണ ഭക്തരൊക്കെ ഗോലോക വൃന്ദാവനത്തിൽ പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവർക്കൊന്നും നഷ്ടമില്ല. സ്വല്പം അഭ്യസ്ത ധർമ്മസ്യ ത്രായതോ മഹോദഭയത്ത് എന്നാണ് ഭഗവാൻ പോലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വൈകുണ്ഠ ലോകങ്ങളിലോ ആധ്യാത്മികമായിട്ടുള്ള ലോകത്തിൽ എവിടെ വേണോ പോകാം. കാരണം സൃഷ്ടിയുടെ 4ൽ 3 ആധ്യാത്മിക ലോകങ്ങളാണ്. സൃഷ്ടിയുടെ 4ൽ 1% ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂമി അടക്കമുള്ള ഈ സൗരയുധവും എന്താ പറയാ ക്ഷീരപഥവും മറ്റു ഗ്രഹങ്ങളും ചൊവ്വ, ചന്ദ്രൻ, ഈ സപ്തഗ്രഹങ്ങൾ ഇതെല്ലാം അടങ്ങുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടിയുടെ 4ൽ 1 ആകുന്നുള്ളൂ. 4ൽ 3 കിടക്കുന്നത് ആധ്യാത്മിക ലോകങ്ങളിലാണ്. അപ്പം അതിന്റെ ആ അനന്തത, അതിന്റെ ആ വിസ്തീർണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം. പക്ഷെ ഭഗവാനോടൊപ്പം കൃഷ്ണനോടൊപ്പം കഴിയണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. നമ്മൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയിൽ ആ മരണസമയം എത്തണം. ഒന്നിനോടും അമിതമായ ആസക്തിയോ ആഗ്രഹമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഉണ്ടാകാത്ത ഒരു തലത്തിലെങ്കിൽ എത്തിയാൽ മാത്രമേ ഭഗവാന്റെ പരിശുദ്ധ ധാമത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാത്ത ഭക്തന്മാരെല്ലാം വൈകുണ്ഠ ലോകങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാം. അപ്പൊ ഇവരൊക്കെ ഭഗവാനോടൊപ്പം, ഈ പറയുന്ന പരിശുദ്ധ ഭക്തരെല്ലാം ഭഗവാനോടൊപ്പം ഗോലോക വൃന്ദാവനത്തിൽ പശുക്കളായിട്ട്, ഗോപന്മാരായിട്ട്, മരങ്ങളായിട്ട്, നദികളായിട്ടൊക്കെ ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്ത് അങ്ങനെ ആനന്ദത്തിൽ അങ്ങനെ ആറാടി കഴിയാം. അപ്പോ ഇതൊക്കെയാണ് 4 തരം ആൾക്കാരെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത ധർമ്മത്തിന്റെ പ്രസക്തിയാണ്. അപ്പോൾ ദാനധർമ്മത്തിന് പൊതുവിൽ ദാനധർമ്മത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എടുത്തെടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പിണ്ടബലി ഇടുന്ന സമയത്ത് പുത്രന്മാർ ചെയ്യുന്ന ദാനത്തെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പുത്രന്മാര് ഈ പറയുന്ന ആ സമയത്ത് ബ്രാഹ്മണർ ഉദ്ദേശിക്കുന്നത് ജനിച്ച വയറിന്റെ അടിസ്ഥാനത്തിലല്ല, ചെയ്യുന്ന കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഭക്തന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് അവർക്ക് കൊടുക്കുന്ന ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വസ്ത്രദാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞു ഭയങ്കരമായ ചുട്ടുപൊള്ളുന്ന വെയിലും ചൂടും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, പോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, തണുത്ത് സൂര്യ കയറ്റുന്നത് പോലെ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ആ തണുപ്പിലും ചൂടിലും മഴയിലും ഒക്കെ നമുക്ക് സംരക്ഷണം കിട്ടും. വസ്ത്രം ധരിക്കുന്നതിന്റെ ആ ഫീലിങ്സ് അവിടെ ഉണ്ടാവും. അതാണ് വസ്ത്രദാനത്തിന്റെ മഹാത്മ്യം. കുടദാനം ഉണ്ട്. ആ കുടദാനം കുട കൊടുക്കുന്നവർ മഴയിൽ ഒക്കെ അല്ലെങ്കിൽ കല്ലുകളൊക്കെ വന്ന് പതിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു ശമനം കിട്ടും. വിളക്ക് ദാനം അന്ധകാരം നിറഞ്ഞ സ്ഥലത്തോട് നമ്മൾ യാത്ര ചെയ്യുന്ന അവസ്ഥ അവിടെ പറഞ്ഞു. അവിടെ നമുക്ക് വെട്ടം പകർന്നു തരും. മെതിയടി ദാനം ചെയ്യുന്നവർക്ക് മുള്ളിലും കല്ലിലും ഒക്കെ പാറകളിലും ഒക്കെ മൂർച്ചയേറിയ ആ പാറകളും കല്ലൊക്കെ നിറഞ്ഞു കിടക്കുന്ന കല്ലും മുള്ളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് ആ പാദത്തിൽ മെതിയടിയുടെ ഒരു കവചം കിട്ടും ആ സമയത്ത്. പിന്നെ ജലപാത്രം ദാനം ചെയ്യുന്നവർക്ക് ദാഹം ശമനം. അവർക്ക് ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന വഴിക്കൊന്നും വെള്ളമൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജലപാത്രം ദാനം ചെയ്തവർക്ക് കുടിക്കാനുള്ള വെള്ളം അവർക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ ആ ദാഹം ബാധിക്കാതെയെങ്കിലും ഇരിക്കും. ഇങ്ങനെ കുറച്ച് ദാനങ്ങളൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ദാനങ്ങൾ തന്നെ 4 വിധത്തിലുണ്ട്. ഒന്ന് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ദാനം. അത് നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ പലർക്കും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആഹാരങ്ങളായിട്ടും എന്തെങ്കിലും നമ്മൾ വസ്ത്രങ്ങളായിട്ടും ഒക്കെ ദാനം ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെ ഒരു ദാനം. പിന്നെ പാപപരിഹാർത്ഥം, ചിന്ന പാപത്തിന് ഇന്ന പരിഹാരം, അതിന് ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ദാനമാണ് അങ്ങനത്തെ ദാനം. പിന്നെ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ദാനമുണ്ട്. ഭക്തന്മാരെ സഹായിക്കുക, അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനത്തെ. പിന്നെ കാമ്യദാനം, നമുക്ക് ശരിക്കും ആഗ്രഹത്തോടു കൂടി തന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ പിതൃക്കൾക്ക് നല്ലത് വരണം, എനിക്ക് നല്ലത് വരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനമാണ് കാമ്യദാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഈ നരകത്തിൽ വരെ എത്തി, 78 നരകങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോ ഇനി നമുക്ക് എന്താണ്
അടുത്ത ഈ ആത്മാവിന് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ആത്മാവ് എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള നരകങ്ങളിൽ പോകണം. അതെല്ലാം കഴിഞ്ഞ് ഇയാള് എന്തായാലും ഒരു ദിവസം തീരുമല്ലോ, ഈ കർമ്മത്തിന്റെ ശിക്ഷയൊക്കെ തീരുമല്ലോ. തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആത്മാവിന് കിട്ടുന്ന ഒരു ശരീരമുണ്ട്, അതാണ് പിതൃശരീരം. അപ്പൊ നമ്മള് ഇപ്പൊ എത്രാമത്തെ സ്റ്റേജിലേക്ക് എത്തി? ആദ്യം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അത് കഴിഞ്ഞിട്ട് പിണ്ടശരീരം കഴിഞ്ഞ് യാതന ശരീരം, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ശരീരമാണ് പിതൃശരീരം. ഈ പിതൃശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിതൃലോകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ എവിടെ ചെല്ലും? പിതൃക്കളുടെ ലോകത്തേക്ക് പോകും. ഈ പിതൃശരീരിയായിട്ടുള്ള ആത്മാവ് നരകത്തിലെ യാതനയൊക്കെ അനുഭവിച്ച് പരിപക്വമായിട്ട് മര്യാദക്കുട്ടനായിട്ട് നേരെ പിതൃക്കളുടെ ലോകത്തേക്ക് ചെല്ലും. അപ്പോ ചിലപ്പോൾ നമ്മുടെ പിതൃക്കൾ നമ്മുടെ മുത്തച്ഛന്മാര്, അച്ഛനമ്മമാര് മരിച്ചിട്ടുള്ളവരാണ്, അവരൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മറിച്ച് അവരുടെ കർമ്മം അനുസരിച്ച് അവര് ആ കർമ്മഫലമൊക്കെ ചെയ്ത് അനുഭവിച്ച് അവർക്ക് വേറൊരു ശരീരം കിട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇതാര് സുരേഷ്, വാ നമ്മൾ നിന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. വിളിച്ചോണ്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാം. അവിടെ വലിയൊരു ക്യൂ ഉണ്ട് കേട്ടോ. ആ ക്യൂവില് അവസാനത്തെ ആളായിട്ടായിരിക്കും നമ്മൾ ചെന്ന് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വീണ്ടും തിരിച്ച് നമ്മൾ ആ അവസാന ജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ കർമ്മത്തിനനുസരിച്ച് നമ്മൾ ജനിക്കണം. അതൊരു നീതിയാണ്. കാരണം നമ്മൾ എത്രയോ ജീവികളെ കൊന്നിട്ടുണ്ട്, ആ ജീവികളെല്ലാം നമ്മളെ കൊല്ലണം. അതിനുവേണ്ടി ആ ജീവിക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ എത്രയോ പേരെ പറ്റിച്ചിട്ടുണ്ട്, അവരെല്ലാം നമ്മളെ പറ്റിക്കണം. നമ്മൾ എത്രയോ പേരെ ചതിച്ചിട്ടുണ്ട്, അവരെല്ലാം നമ്മളെ ചതിക്കണം. അപ്പൊ അതിന് നമ്മൾ നിന്നു കൊടുക്കണം. അതിനായിട്ട് വീണ്ടും ഒരു സ്ഥൂല ശരീരം സ്വീകരിക്കണം. അതിനു വേണ്ടിയുള്ള ക്യൂവിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ പിതൃക്കളുടെ ആ ലോകത്ത് അവസാനത്തെ ആ ക്യൂവിന്റെ അവസാനത്തെ ആളായിട്ട് നമ്മൾ നിൽക്കും. ആ സമയത്താണ് വാർഷിക പിണ്ഡം ഇവിടെ പുത്രന്മാര് കൊടുക്കുന്നത്. പിതൃലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 365 ദിവസമാണ്. അപ്പോൾ 365 ദിവസത്തിന്റെ അത്രയും വലിപ്പമുണ്ട് പിതൃലോകത്തെ ഒരു ദിവസത്തിന്. അതുകൊണ്ട് തന്നെ പുത്രന്മാര് ഈ വാർഷിക പിണ്ഡം നമ്മുടെ കർക്കിടവാവിനും മറ്റും ബലി അർപ്പിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആ പിണ്ഡം അവർക്ക് ഒരു ദിവസത്തെ ആഹാരമാണ്. ഈ പിണ്ഡം അർപ്പിക്കാതിരുന്നാൽ അവര് പട്ടിണിയാണ്. അവരെത്ര വർഷം ആഹാരം കൊടുക്കുന്നില്ലയോ അത്രയും വർഷം അവർ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ അവർ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ട് വേദനിക്കും. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, കോടികൾ ഉണ്ടാക്കി കൊടുത്തു, ഇഷ്ടം പോലെ വീട് ഉണ്ടാക്കി കൊടുത്തു, വാഹനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ട് എന്റെ മക്കൾ എനിക്ക് ഒരു ബലി അർപ്പിക്കുന്നില്ല, പിണ്ടബലി തരുന്നില്ല, എനിക്ക് ഒരു നേരത്തെ ആഹാരം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് വേദനിക്കുമ്പോൾ ആ വേദന ഇവരുടെ മക്കൾക്ക് കുടുംബത്തിൽ കലഹം, മാനസിക പ്രശ്നങ്ങൾ, അടി പിടി, മക്കള് തലതിരിഞ്ഞ് നടക്കും. പിന്നെന്താണ്? എല്ലാത്തിലും ദുരന്തങ്ങള്, പ്രശ്നം, എവിടെ തൊട്ടാലും പ്രശ്നം. ഓഫീസിലാണെങ്കിൽ അവിടെ മേലധികാരിയായിട്ട് വടക്കും ബഹളങ്ങളും, ട്രാൻസ്ഫറുകള്, സസ്പെൻഷനുകൾ, ഇങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എത്ര പൂജ ചെയ്തിട്ടും എത്ര അമ്പലത്തിൽ പോയിട്ടും വീട്ടിൽ പ്രശ്നങ്ങൾ ഒടുങ്ങാതിരിക്കും. കാരണം ഈ പിതൃക്കളുടെ ശാപമാണ്. അവർ ശപിക്കുന്നതല്ല, അവരെ മനസ്സുരുകുന്നതാണ്. മനസ്സുരുകുമ്പോൾ അതിൻ്റെതായ എന്താ പറയാ, നെഗറ്റീവ് എനർജി ഇവരിലേക്ക് വന്നിട്ട് അതിങ്ങനെ ദുരിതങ്ങളായിട്ട്, അസുഖങ്ങളായിട്ട്, മാനസിക പ്രശ്നങ്ങളായിട്ട്, സമാധാനമില്ലായ്മയായിട്ടൊക്കെ അവർക്ക് മാറും. അങ്ങനെ ഈ പറയുന്ന വാർഷിക പിണ്ഡമാണ് അവരുടെ ഓരോ വർഷത്തെയും ഓരോ ദിവസത്തെയും അവരുടെ ആഹാരം. നമുക്കിവിടെ ഒരു വർഷം, അവരെ സംബന്ധിച്ചുള്ള ഒരു ദിവസമാണ്. അങ്ങനെ അത് ആ ആഹാരം തന്നെ ശരിക്കും വിഷ്ണു പ്രസാദമായിരിക്കണം, എങ്കിലേ അയാൾക്ക് അത് പ്രയോജനം ചെയ്യത്തുള്ളൂ. ഇവിടെ ഇപ്പം പലപ്പോഴും നമ്മൾ നടത്തുന്നത് ഒരു ചടങ്ങ് പോലെ. നമ്മൾ ഈ പറയുന്ന ശംഖുമുഖത്തും അല്ലെങ്കിൽ വർക്കലയും പല ബീച്ചുകളിലും പല പുഴകളിലും പല അമ്പലങ്ങളുടെ കുളങ്ങളിലൊക്കെ പോയി ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും ഈ ആത്മാവിന് സന്തോഷം കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? വിഷ്ണു പ്രസാദം വേണം കൊടുക്കാൻ. അത് പലരും അതൊന്നും അല്ല ചെയ്യുന്നത്. കുറച്ച് ചോറ് വേവിച്ച് എള്ളും ഇട്ട് കുറെ തുളസി പൂവ്, കുറെ മറ്റു പൂക്കള്, ദർഭ, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ബോർഡും വെച്ച് അവിടെ ഇരിക്കും. ഒരു ചിങ്കടി അങ്ങേരം കൂടെ ഉണ്ടാവും. ഇവർ പോകുന്നു, അവരെ കുറെ ഇല കീറി മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതിന്റെ മുമ്പിൽ ഇരുത്തി ഇവർ കുറെ മന്ത്രങ്ങളും പറഞ്ഞ് ഇതും പിണ്ടോ എല്ലാം കൂടെ തലയിൽ വെച്ചുകൊണ്ട് നേരെ പുഴയിലോ അല്ലെങ്കിൽ കടലിലോ കൊണ്ട് തള്ളും. എന്നിട്ട് പൈസയും ദക്ഷിണയും വാങ്ങിച്ച് അവൻ പോക്കറ്റ് ഇടും. ഇവര് എല്ലാം കഴിഞ്ഞു സന്തോഷത്തോടെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഒരു സദ്യ ഉണ്ടാക്കി കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു.
ഇതാണ് നിലവിൽ നടക്കുന്നത്. പക്ഷെ ഇതല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആത്മാവിന് കൊടുക്കേണ്ടത് വിഷ്ണു പ്രസാദമാണ്. അത് ഈ പറയുന്ന വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തില്, അല്ലെങ്കിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, ഇവിടങ്ങളിലൊക്കെ അവര് വിഷ്ണു പ്രസാദമാണ് കൊടുക്കുന്നത്. നമ്മുടെ ഗയയിൽ പോലും വിഷ്ണുവിന്റെ പാദം അവിടെ പാദത്തിലാണ് അർപ്പിക്കുന്നത്. ഭഗവാന്റെ പ്രസാദം വേണം കൊടുക്കാൻ, എങ്കിൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അവർക്ക് സദ്ഗതി കിട്ടണമെങ്കിൽ ഭഗവാന്റെ പ്രസാദം കൊടുക്കണം. പലരും ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഈ പറയുന്ന കർക്കിടവാവിനും മറ്റും ബലി ചടങ്ങ് നടത്തുന്ന പല തന്ത്രിമാരുണ്ട്. അവര് ഒരു ശരിക്കും ബ്രാഹ്മണര് പോലും ആയിരിക്കില്ല പലരും. ഡെയിലി 1000 പ്രാവശ്യം ഗായത്രി ജപിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന പിണ്ടോദക ക്രിയ, ഈ ബലികർമ്മങ്ങൾ നടത്താനുള്ള അർഹതയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത്, നിങ്ങൾ കടപ്പുറത്തൊക്കെ പോയാൽ 100 കണക്കിന് പുരകൾ കെട്ടി അവിടെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരിൽ 99% ബ്രാഹ്മണരായിരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരായി. എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു പുള്ളിയുണ്ട്. ആ കഥയും കൂടെ പറഞ്ഞു നിർത്താൻ സമയമായി. ഇത് ഈ ഗരുഡപുരാണം ഇന്നും തീരില്ല, നാളെയും തീരില്ല, മറ്റന്നാൾ തീരില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു സംഭവം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. അത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ പുള്ളിയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാള് ഈ പറയുന്ന ഒരിക്കൽ ഇതുപോലെ ബലിയിടാൻ ചെന്നപ്പോൾ ആ ബലി കർമ്മം നടത്തുന്ന ആൾക്കുടെ വരുമാനം നോക്കിയപ്പോൾ ഇങ്ങനെ നോട്ടുകൾ കൂമ്പാരം പോലെ വന്ന് കൂടുന്നു. അപ്പൊ പുള്ളി വിചാരിച്ചു എന്തുകൊണ്ട് ഈ പണിക്ക് പോയിക്കൂടാന്ന് വിചാരിച്ചിട്ട് പുള്ളി ഉടൻ തന്നെ ഇതിനെക്കുറിച്ചൊരു പുസ്തകം വാങ്ങിച്ച് പഠിച്ചിട്ട് കുറെ മന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഇദ്ദേഹത്തിനെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇച്ചിരി വെളുപ്പും സുന്ദരനും നല്ല പൊക്കവും, കണ്ട ഒരു ബ്രാഹ്മണ ലുക്കൊക്കെ ഉണ്ട്. മറ്റേ ആളെന്ന് പറഞ്ഞാൽ അത്ര ബ്രാഹ്മണ ലുക്കൊന്നും ഇല്ല, നേരെ തിരിച്ചാണ്, തലതിരിച്ചാണ്. പക്ഷെ വൈകുന്നേരം ആയപ്പോ ആ പുള്ളിക്ക് ഒരു 10-20,000 രൂപ അന്ന് കിട്ടി. അപ്പോൾ ഇദ്ദേഹം പണിക്ക് പോയാൽ ഒരു ഡെയിലി 1000 രൂപ ആണ് കൈ കിട്ടുന്നത്. പക്ഷെ ഇയാൾക്ക് 2000 രൂപ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തുകയാണ്. 1000 രൂപ കിട്ടുന്ന സ്ഥാനത്ത് 2000 രൂപ കിട്ടി. മറ്റേ ആൾക്കാണെങ്കിൽ 10-20,000 രൂപ കിട്ടി. അതില് 2 രൂപ പോയിട്ട് 18,000 രൂപ അങ്ങേക്ക്. അന്നത്തെ കാലത്ത് ഒരു 10 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ കാലത്ത് 18,000 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. ഇന്ന് പോലും അത് വലിയ തുക തന്നെയാണ്, ഒറ്റ ദിവസം കൊണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെന്നിരുന്നൂടാ ഇത്. അപ്പോൾ എന്നെ കണ്ടാൽ മറ്റേ അങ്ങരം കട്ടി കാണാനും കൊള്ളാം, നല്ല പൊക്കമുണ്ട്, കണ്ട ബ്രാഹ്മണനെ പോലെ തോന്നും. ഇയാൾ എന്ത് ചെയ്തു, അടുത്ത വർഷമായപ്പോ അതിന്റെ അടുത്ത് ഒരു പുര കൊണ്ട് കെട്ടി ഇയാള് ഒരു പൂന്നൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട്, ഒന്നും അറിഞ്ഞൂടാ, ഒരു മന്ത്രം അറിഞ്ഞൂടാ, എന്തോ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണ്ണ ചതുർഭുജം എന്നൊക്കെ പറഞ്ഞ് ഇയാള് അവിടെ ചെന്നൊരു മന്ത്രം വെച്ച് കുറെ ഇതുപോലെ കുറെ ദർഭയും കുറെ ഇലകളും പൂക്കളും തുളസിയും കറുകയും അതും ഇതും എല്ലാം വാങ്ങിച്ച്, എള്ളും എല്ലാം വാങ്ങിച്ച് കൊണ്ടുവച്ച് കുറെ ചോറ് ഉണ്ടാക്കി വെച്ച് ഈ പറയുന്ന പോലെ കുറെ മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിച്ചു വന്നിരുന്നു ചെയ്തു. അയാൾക്ക് മറ്റേവന്റെ അടുത്ത് പോണതിന്റെ ആൾക്കാർ കൂടി ഇയാളുടെ അടുത്ത് വന്നു. ഇയാൾക്ക് വൈകുന്നേരം ആയപ്പോ 40,000 രൂപ കിട്ടി ഒറ്റ ദിവസം കൊണ്ട്. പക്ഷെ എന്ത് പറ്റി, 2ന്റെ അന്ന് അറ്റാക്ക് വന്ന് നേരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി 4 ലക്ഷം രൂപ പോയി കിട്ടി. 40,000 രൂപ 4 ലക്ഷം 10 ഇരട്ടി കൊണ്ടുപോയി. ഇതത്രയും മറ്റുള്ളവരുടെ കർമ്മമാണ്. മറ്റേ ആളും പോയി, മറ്റേ ആള് ഈ പറഞ്ഞ പോലെ അസുഖം വന്ന് അയാൾ മരിച്ചു. ഇതെല്ലാം കർമ്മമാണ്. നമുക്ക് അറിഞ്ഞില്ല മറ്റൊരാൾക്ക് ഇത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരെ കർമ്മങ്ങൾ നിങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അവരുടെ യഥാർത്ഥത്തിൽ പിതൃക്കൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ലെങ്കിൽ അത് ആ കർമ്മത്തിന്റെ ഒരു പങ്ക് ഈ ചെയ്യിച്ചവന് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് അടി കിട്ടുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവങ്ങളിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുന്നു. സമയം അതിക്രമിച്ചത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ പുനർജന്മവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അത് ആദികർത്ത പ്രഭു എന്നാണ് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പാദ നമസ്കാരം. പ്രഭു, എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 4 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണ്. അവർ യാതൊരു കർമ്മങ്ങളും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ ആ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മോക്ഷത്തിനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ. മാതാജി, ഈ അമ്മ മരിക്കുന്ന സമയത്ത് തിലകിട്ട് കൊടുക്കാനോ, കണ്ടിമാല ധരിപ്പിക്കാനോ, തുളസി അർപ്പിക്കാനോ, അല്ലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കൊടുക്കാനോ, ഭഗവാന്റെ തീർത്ഥം ഉള്ളിൽ കൊടുക്കാനോ, ഭഗവാന്റെ പ്രസാദം കഴിപ്പിക്കാനോ എന്തെങ്കിലും പറ്റിയായിരുന്നോ ആ സമയത്ത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ തിലകം തൊട്ട് കൊടുത്തു. എന്റെ ആങ്ങൾ അത് വന്ന് തുടച്ചു കളയുകയും ചെയ്തു പ്രഭു. എന്റെ അമ്മയ്ക്ക് ആ കണ്ടിമാല
ജപമാല കൊടുത്തു, ജപമാല അവൻ വലിച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെ അത്രയ്ക്ക് ഇത് ചെയ്തിട്ടുള്ള ആളായിരുന്നു എന്റെ സഹോദരൻ. എന്തായാലും നമ്മൾ പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ശരിക്കും ചെയ്യേണ്ട മരണത്തിന് മുമ്പ് അത് അടുത്ത ഞാൻ ഈ പറയാൻ പോകുന്നതിൽ അതൊക്കെ വരും. എന്താ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭക്തരല്ലാത്ത അതാണെങ്കിലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനമ്മമാര്, അങ്ങനെയുള്ള മുത്തശ്ശിമാര്, അവർക്കൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള കുറിച്ചൊക്കെ ഉള്ള വിഷയമാണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. അത് അടക്കമുള്ള ഒപ്പം ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ. എന്തായാലും പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ നടന്നു പോയതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. മാതാജി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഈ പറയുന്ന തിരുനെല്ലിയിലോ തിരുവല്ലത്തോ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മക്കള ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലോ പോയിട്ട് ആ മരിച്ച ആത്മാവിന് വേണ്ടി ഭഗവാന് ഒരു അന്നദാനം, ഒരു പാൽപായസം, ഭഗവാൻ ഒരു വസ്ത്രം, ഇങ്ങനെയെല്ലാം അർപ്പിക്കാം. പിന്നെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ സുദർശന ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, ലക്ഷ്മി നാരായണ പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ ഗയയിൽ പോയിട്ട് ഒരു ശ്രാദ്ധം നടത്താം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ മാത്രം പറ്റാവുന്നിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാനോട്, അമ്മയ്ക്ക് വേണ്ടി നല്ല ഒരു അവസ്ഥ, ഒരു സദ്ഗതി ഉണ്ടാകണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഫലം ചെയ്യും. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു ഫലം ആ പ്രാർത്ഥനയ്ക്കുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ ഉള്ളു ഉരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക്, കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ അനുവദിച്ചില്ല, അതുകൊണ്ട് ആ അമ്മയ്ക്ക്, നിർഭാഗ്യവതിയായ എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കരുതേ, അവർക്ക് നല്ല സദ്ഗതി ലഭിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന പറ്റാവുന്നിടത്തോളം നിങ്ങൾ ഈ പൂജകൾ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം അവർക്ക് വേണ്ടി ഡെയിലി ഒരു 2 മാലയെങ്കിലും എക്സ്ട്രാ ജപിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ഈ പറയുന്ന നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ട് മറ്റുള്ളവർ സമ്മതിക്കാത്തത് കൊണ്ടുള്ള ആ ദോഷങ്ങൾ മാറ്റാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ അപ്പോഴും മനസ്സിലാക്കണം, അങ്ങനെ ഒരു മക്കളെ ജനിച്ചത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ അമ്മയ്ക്ക് എന്തോ മുൻജന്മ കർമ്മങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം എന്താ പറയാ, ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നും നമ്മുടെ മക്കൾ തന്നെ ചില സമയത്ത് നമുക്ക് കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കൊല്ലാൻ പറ്റില്ല, മക്കളായിപ്പോയി, കഴിഞ്ഞ ജന്മത്തിലുള്ള ശത്രുക്കളാണ്. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിൽ അത് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അവരെ ദ്രോഹിച്ചു, അല്ലെങ്കിൽ പറ്റിച്ചു, അല്ലെങ്കിൽ ചതിച്ചു. അപ്പൊ ആ പൈസ അവരായിട്ട് വന്ന് നശിപ്പിക്കും, അല്ലെങ്കിൽ മരുമക്കളായിട്ട്, അല്ലെങ്കിൽ ചെറുമക്കളായിട്ട്. ഇത് നമ്മൾ കാണും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കൊല്ലാൻ പറ്റില്ല അവർക്ക്. അപ്പൊ അതൊക്കെ ഇതെല്ലാം റിലേറ്റഡ് ആണ്, എല്ലാം ബന്ധമാണ്. ഈ പറയുന്ന മക്കൾ പോലും ശത്രുക്കളായിട്ട് വന്ന് പിറക്കുന്നതാണ്. അതെന്ത് കാരണം നമ്മൾ തന്നെ, അതിൽ ആർക്കും ഇതിന്റെ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ഇതിലെല്ലാത്തിനും നമ്മൾ ഒരു ഘടകമാണ്. നല്ല മക്കളെ ലഭിക്കുന്നതും മോശമായിട്ടുള്ള മക്കളെ ലഭിക്കുന്നതും എല്ലാം നമ്മുടെ കർമ്മബന്ധനം തന്നെ. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത കുട്ടികളുള്ള കർമ്മം. ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ വളരെ സാത്വികരായിരിക്കും. അപ്പൊ നമ്മൾ പലരും അങ്ങനെ പറയാനുണ്ടോ, അച്ഛനും എന്ത് നല്ലവര്, പക്ഷെ മക്കൾ ഇങ്ങനെ തലതിരിഞ്ഞതായിപ്പോയല്ലോ. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം ഈ ജന്മത്തിലാണ് അവർ നല്ലവര്, കഴിഞ്ഞ ജന്മത്തിൽ അവര് ഈ പറയുന്ന മക്കളെയൊക്കെ ദ്രോഹിച്ചവരായിരിക്കും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അതെന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ദിവസം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇന്നലെ ഈ സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ചിലരൊക്കെ കൊച്ചിലെ 5 വയസ്സ് മുതലുള്ള കാര്യങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്, ചിലർക്ക് 10 വയസ്സ് വരെ മുതലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പറയുന്ന ഒരു 5-6 വയസ്സ് തൊട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ എന്ന് കരുതി ആ 6 വയസ്സ് വരെ എനിക്ക് സുഖമില്ലായിരുന്നോ, ദുഃഖമില്ലായിരുന്നോ, അനുഭവങ്ങളില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളാണ് അനുഭവിച്ചത്, പക്ഷെ നമുക്ക് ഓർമ്മയില്ല, അല്ലേ? അപ്പോ നമ്മുടെ ഓർമ്മയ്ക്ക്, ബുദ്ധിക്ക് ഒക്കെ പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന് ഇതിൽ ഒന്നിനും ലിമിറ്റേഷൻ ഇല്ല, അനന്തമാണ് ഭഗവാന്റെ ബുദ്ധിയും ചിന്തകൾ, ശക്തിയും എല്ലാം. അപ്പോ നമ്മുടെ കർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. കഴിഞ്ഞ ജന്മങ്ങളിൽ, ഈ ജന്മത്ത് പോലും നമ്മൾ ഈ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള എന്തെല്ലാം ചെയ്തിട്ടുണ്ടാകുന്നു.
ഈ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ ചെയ്ത നല്ല ചില പ്രവൃത്തികളുടെ ഫലമായിട്ട് നല്ലവനായിട്ട് ജനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മക്കൾ നമുക്ക് ജനിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തോ ഒരു പോരായ്മ കഴിഞ്ഞ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് നമ്മൾ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ എന്ത് പറ്റുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ചെയ്യാൻ പറ്റില്ല, അതിന് അവർ തടസ്സമായി നിന്നു. അതും അവരുടെ തന്നെ കർമ്മം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടി 2 മാലയെങ്കിലും കുറഞ്ഞ് ജപിക്കുക. ഡെയിലി നമ്മുടെ പ്രാർത്ഥനയിൽ അമ്മയെ കൂടി പങ്കെടുപ്പിക്കുക. അമ്മയുടെ കാര്യം കൂടി ഭഗവാനോട് പറയുക. പിന്നെ ഈ പറയുന്ന ഭഗവാന് പാൽപായസം, വസ്ത്രത ഭഗവാൻ അർപ്പിക്കണം. ഭഗവാന് പൂക്കൾ അർപ്പിക്കാം. താമരപ്പൂ വളരെ സ്പെഷ്യലാണ്. ഭഗവാന്റെ അമ്പലത്തിൽ താമരപ്പൂ കൊണ്ട് കൊടുക്കാം. പിന്നെന്താണ്? ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ ഈ അമ്പലത്തിൽ ഇത് ചെയ്യുന്ന കർത്തവാവിന് തന്നെ ചെയ്യണമെന്നുണ്ടോ ഈ ഇത് ചെയ്യുന്നത്? അങ്ങനെയില്ല. ഈ പറഞ്ഞ ആ മരിച്ചുപോയവരുടെ ജന്മദിനത്തില് അല്ലെങ്കിൽ ഈ പറയുന്ന കർക്കിടക വാവുകളിൽ മാസങ്ങളിൽ തന്നെ എല്ലാ മാസത്തിലും കർക്കിടക വാവുണ്ട്. നമ്മൾ വാർഷിക കർക്കിടക വാവ് മാത്രമേ ആഘോഷിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കർക്കിടക വാവിലും ഭഗവാനടുത്ത് പോയിട്ട് ഭഗവാന് ഒരു അർച്ചന, അമ്മ മരിച്ചുപോയ ആ അമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ ഒരു അർച്ചന സമർപ്പിക്കാം. ഭഗവാൻ ഒരു പായസം നിർവഹിക്കാം. അത് വാവിന് തന്നെ വേണമെന്നുണ്ടോ? വാവ് ദിവസങ്ങളിൽ തന്നെ എന്നും ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴും വേണം ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംശയം മരണ നാളുകളിലാണോ പ്രഭു അവരുടെ ജന്മനാളാണ്, ജനിച്ച നാളാണ്, ജനിച്ച നക്ഷത്രമാണ്. ഇവിടൊക്കെ എല്ലാരും മരിച്ച നാളെടുക്കണോ? അല്ല, ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മള് ഈ രണ്ടും ചെയ്യാറുണ്ട്. ജനിച്ച നാളും ചെയ്യും, മരിച്ച നാളും ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും ജന്മനാളെന്ന് പറയുന്നത് അവര് ജനിച്ച നക്ഷത്രത്തിൽ ഏതാണോ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്തെങ്കിലും മറ്റൊന്നും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒന്നും വേണമെങ്കിൽ ദിവസവും ചെയ്യും. പ്രഭു, ഇവിടെ നമ്മുടെ തിരുമുല്ലാവനം ക്ഷേത്രത്തിൽ തിലഹോമം നടത്തും. മരിച്ച നക്ഷത്രത്തിലും മരിച്ച ആളിന്റെ പേരിലും മരിച്ച നക്ഷത്രത്തില് തിലഹോമം നടത്തും. അല്ലാതെ വേറൊരു ഇത് നടത്തിക്കൂടാന്ന് ഇങ്ങനെ പറയും. അത് ഉള്ളതാണോ പ്രഭു? അല്ലാതെ വേറൊരു മരിച്ചവരുടെ നക്ഷത്രത്തിൽ വേണ്ടി ഭഗവാൻ ഒന്ന് സമർപ്പിച്ചുകൂടെ? തിലഹോമം അല്ലാതെ ഒന്നും നടത്തരുതെന്ന് പറയും. പാൽപായസം. അല്ലല്ല, അങ്ങനെ ഞാൻ അത് കേട്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അതും കൂടെ പറയാം. അല്ല, നിങ്ങൾ ഇതിപ്പോ പറഞ്ഞു നന്നായി. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ കൊല്ലത്തൊക്കെ മരിച്ച നാളിൽ നടത്തും. അതേ കണക്ക് തിലകഹോമവും പാൽപായസവും മാത്രമേ നടത്തൂ. അല്ലാതെ വേറൊന്നും ക്ഷേത്രത്തിനകത്തേക്ക് നടത്തില്ലെന്ന് പറയും. മരിച്ച നാളിൽ തന്നെ നടത്തുന്നത് പ്രഭു. മരിച്ച നാളില് ആ നാളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നടത്താം, മരിച്ച നാളിൽ നടത്താം. അല്ലാതെ ഈ പറഞ്ഞ വാവുകളിലോടൊന്നും ഞാനത് എനിക്ക് അത് സംശയമില്ല. നക്ഷത്ര ഈ കർക്കിടക ചെയ്യാന്ന് പറയുന്നത് ഞാൻ വായിച്ചത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. പ്രഭു, ഈ മരിച്ച നക്ഷത്രം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൽ നടത്താവുന്നത്. നക്ഷത്രം തിരുവോണം, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ.